സ്മരിച്ചുകൊണ്ട് നിരൂപിക്കുന്നു. അദ്വൈത പ്രകടനത്തിൽ മൂന്നാമത്തെ കാര്യം ആത്മാഹ്യാകാശവത് ജീവൈ ഘടാകാശേരിവോദിത ഘടാദിവച്ഛ സംഘാതേ ജാതാവേദനിദർശനം. ആത്മാ പരോ ഹി യസ്മാദാകാശവത് സൂക്ഷ്മോ നിരവയവഃ സർവഗതഃ തസ്മാദാകാശാദുക്തോ ജീവൈഃ ക്ഷേത്രജ്ഞൈഃ ഘടാകാശൈരിവ ഘടാകാശതുല്യൈഃ ഉദിതഃ ഉക്തഃ. സ ഏവ ആകാശസമഃ പര ആത്മാ. പരമാത്മാവിനെ ആകാശത്തോട് ഉപമിക്കുന്നു. അത് ആകാശസമമാണ്. എന്തുകൊണ്ട് പറഞ്ഞത്? സൂക്ഷ്മമാണ്, അംശങ്ങളില്ല, നിരവയവമാണ്, സർവഗതമാണ്, ആകാശം സർവവ്യാപകമാണ്. മറ്റു ഭൂതങ്ങളെ അപേക്ഷിച്ച് അത് സർവവ്യാപകമാണ്. മറ്റു ഭൂതങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന് അവയവങ്ങളില്ല, അംശങ്ങളില്ല, അത് ഏകമാണ്, സൂക്ഷ്മമാണ്. അത് അതിന് തുല്യമായി പരമാത്മാവിനെ കരുതുന്നു, പരമാത്മാവിനെ അതിനോട് ഉപമിക്കുന്നു. അതിൽ നിന്നും ക്ഷേത്രജ്ഞന്മാര്, ജീവന്മാര് ഉണ്ടാകുന്നത് ഏതുപോലെ? പാത്രത്തിനകത്തിരിക്കുന്ന ആകാശം പോലെ. എന്നുവെച്ചാൽ അവിടെ വാസ്തവത്തിൽ പരമാത്മാവിൽ നിന്നും ജീവാത്മാവ് ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ മുഖ്യമായി അദ്വൈതത്തിൽ തന്നെ അജാതവാദം, അജാതം ഒന്നും ജനിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒന്നും നശിക്കുന്നുമില്ല എന്നുള്ള സിദ്ധാന്തമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ജീവൻ അവനെ പരമാത്മാവ് സൃഷ്ടിച്ചു, പരമാത്മാവിൽ നിന്നും ജീവൻ ഉണ്ടായി എന്ന് പല രൂപത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ശ്രുതിയിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതിൻ്റെയൊക്കെ താല്പര്യം എന്താണ്? ഒരു പരമാത്മാവ്, അതിൽ നിന്നും ജീവന്റെ വാസ്തവത്തിലുള്ള ഒരു സൃഷ്ടി, അത് സംഭവിച്ചു എന്നല്ല. സൃഷ്ടി സംഭവിച്ചു എന്ന് പറയുന്നു, പക്ഷെ വാസ്തവത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് മഹാകാശത്തിൽ, ഈ കാണുന്ന വ്യാപകമായ ആകാശത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഉള്ളിൽ ആകാശം വരുന്നത് പോലെയാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് ബൃഹദാരണ്യത്തിലും മറ്റും ഭാഷ്യകാരൻ പറയും. ഒരു കുലാലൻ കുട ഉണ്ടാക്കുന്നയാള് അതിനുണ്ടാക്കി വരുന്നു. ആ പാത്രം ഉണ്ടാക്കി വരുമ്പോൾ, പാത്രം ഉണ്ടായിക്കഴിയുമ്പോൾ അവിടെ എന്താ, ആകാശത്തിന് എന്ത് സംഭവിച്ചു? അതിന്റെ അകത്തും ആകാശം കാണപ്പെടുന്നു. ആ പാത്രത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ ആകാശത്തെ അവിടെ സൃഷ്ടിച്ചില്ല. അതുപോലെ പരമാത്മാവ് ഒരിക്കലും ജീവനെ സൃഷ്ടിച്ചിട്ടില്ല. ആ മഹാകാശത്തിൽ ഒരു ചെറിയൊരാകാശത്തെ കൽപ്പിച്ചിട്ട് അതിന് ഘടാകാശം എന്ന് പേര് കൊടുക്കുന്നു. അതുപോലെ പരമാത്മ ചൈതന്യത്തിൽ ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തി ഒരു ചൈതന്യത്തെ കൽപ്പിച്ചിട്ട് അതിന് ജീവനെന്ന് പേര് കൊടുക്കുന്നു. അവിടെ നാമവും രൂപവും മാത്രമേ ഉള്ളൂ. പരമാത്മാവിൽ നിന്ന് വേറിട്ടൊരു വസ്തുസത്ത അതിനില്ല. ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെയും പറയുന്നത്. അഥവാ അത് തന്നെ ആശയം, അത് തന്നെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഘടാകാശേ യഥാ ആകാശോദിത ഉത്പന്ന
ഉദിത എന്ന് പറയുന്ന ശബ്ദം കാര്യം വരുന്നത്. രണ്ടർത്ഥം പറയാം. ഉദിതം ഉക്തം പറഞ്ഞത്, അല്ലെങ്കിൽ ഉദിതം ഉത്പന്നമായത്. രണ്ടർത്ഥവും യോജിക്കും. രണ്ടർത്ഥവും പറയാവുന്നതുകൊണ്ട് രണ്ടു രീതിയിലും പറയുന്നു. തഥാ പരോ ജീവ മഭിർ ഉത്പന്നോ ജീവാത്മാനാം പരസ്മാദാത്മന ഉത്പത്തിൽ യാശ്രയതേ വേദാന്തേഷു സ മഹാകാശാത് ഘടാകാശ ഉത്പത്തി സമാന പരമാർത്ഥതയ്ക്ക് അഭിപ്രായം. പാത്രത്തിനകത്ത് ആകാശത്തെ കണ്ടിട്ട് ഒരാൾ പറയുന്നു ഇതിനകത്ത് ആകാശം ഉണ്ടായി എന്ന് പറയുന്നു. അതുപോലെ ആ പരമാത്മാവ് ജീവാത്മഭാവത്തിൽ ഉണ്ടായതായി ജീവാത്മഭി ഉത്പന്നോ ജീവാത്മനാം പരസ്മാദാത്മന ഉത്പത്തി യാശ്രീയതേ വേദാന്തേഷു ശ്രുതികളിൽ പറയുന്നു. അഗ്നിയിൽ നിന്നും തീപ്പൊരി ഉണ്ടാകുന്നതുപോലെ ആ പരമാത്മ ചൈതന്യത്തിൽ നിന്നും ജീവന്മാരുണ്ടായി എന്നും മറ്റും പറയുന്നുണ്ട്. അവിടെയൊന്നും അതിന്റെ വാച്യാർത്ഥത്തെ എടുത്തിട്ട് അങ്ങനെ വാസ്തവത്തിലൊരു സൃഷ്ടി സംഭവിച്ചു എന്ന് കരുതണ്ട. അത് ഏതുപോലെ മഹാകാശ ഘടാകാശ ഉത്പത്തി സമ എന്ന പരമാർത്ഥത. ആ മഹാകാശത്തിൽ നിന്ന് പാത്രത്തിൽ ആകാശം ഉണ്ടായതുപോലെയാണ് എന്നാണ് അതിന്റെ താല്പര്യം. നിത്യഭിപ്രായ തസ്മാദേവ ആകാശാത് ഘടാദേ സംഘാത യഥാ ഉത്പദ്യന്തേ എവം ആകാശസ്ഥാനീയാത് പരമാത്മന പൃഥിവ്യാദിഭൂതസംഘാത ആധ്യാത്മിക സ്വകാര്യകർമ്മലക്ഷണ രജ്ജു സർപ്പവത് വികൽപ്പിത ജായന്തേ. തസ്മാദേവ ആകാശാത് ആ പരമാത്മാവിൽ നിന്ന് തന്നെ ഘടാദേ സംഘാത യഥാ ഉത്പദ്യന്തേ ഈ വസ്തുക്കൾ ഇവിടെ എങ്ങനെയാണോ ജീവന്മാർ പല വസ്തുക്കളെ സൃഷ്ടിക്കുന്നത്, പാത്രങ്ങൾ സൃഷ്ടിക്കുന്നു, വീട് സൃഷ്ടിക്കുന്നു, പലതും ജീവൻ സൃഷ്ടിക്കുന്നു. അതെങ്ങനെയാണ് ഈ ആകാശത്തിൽ ഉണ്ടാകുന്നത്? ഇതെല്ലാം സൃഷ്ടിയെല്ലാം ഇവിടെ നടക്കുന്നു ഈ ആകാശത്തിലാണ്. ഈ ഭൗതികമായ ആകാശത്തിലാണ് പലതിനെയും സൃഷ്ടിക്കുന്നത് ജീവൻ. അവനിവിടെ സൃഷ്ടിക്കുന്നതിനുള്ള ഉപാദാനങ്ങളുണ്ട്. മണ്ണ് എന്ന ഉപാദാനം കൊണ്ട് അവൻ പാത്രങ്ങളും വീടും ഉണ്ടാക്കുന്നു. അതുപോലെ ഇവിടെ ലഭ്യമായ ഉപാദാനങ്ങൾ ഉപയോഗിച്ച് അവൻ ഓരോ വസ്തുക്കളെ ഉണ്ടാക്കും. അവനുണ്ടാക്കുന്ന വസ്തുക്കളെല്ലാം ഇവിടെ നിലനിൽക്കുന്നു ഈ ആകാശത്തിലാണ്. ഈ ഭൗതിക ആകാശത്തിലാണ് തന്റെ സർവസൃഷ്ടിയും നിലനിൽക്കുന്നത്. അതുപോലെ ആകാശസ്ഥാനീയാത് പരമാത്മനഃ ഈ ആകാശ പോലെ ഭൂമിക്കാവുന്നുള്ള, ഈ ആകാശത്തിനോട് ഭൂമിക്കാവുന്നുള്ള ആ പരമാത്മാവിൽ നിന്ന് പൃഥിവ്യാദി ഭൂതസംഘാത പൃഥിവി തുടങ്ങിയ ഭൂതസംഘാതങ്ങൾ, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം തുടങ്ങിയ ഈ ഭൂതങ്ങളെല്ലാം ആധ്യാത്മിക കാര്യകരണ ലക്ഷണ, അത് ഭൗതികമായിട്ടുള്ളത്, ബാഹ്യമായിട്ടുള്ളത്, ആധ്യാത്മികമായിട്ടുള്ളത്. അതിഭൗതികങ്ങളായ വസ്തുക്കൾ, ബാഹ്യമായ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത് പോലെ ആധ്യാത്മികമായി ഈ ജീവനോട് ചേർന്ന് വരുന്ന ശരീരം, മനസ്സ്, കരണങ്ങൾ, പ്രാണന്മാർ, ഇതെല്ലാം കാര്യകരണ ലക്ഷണ, കാര്യമായ ശരീരം, കർണങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും പ്രാണന്മാരും മറ്റും അത് രജ്ജു സർപ്പവത് വികൽപ്പിത ജായന്തേ. രജ്ജു സർപ്പത്തെ പോലെ ആരോപിതമായി ഉണ്ടാകുന്നു. വികൽപ്പിതം ആരോപിതമായി, തന്നിൽ ആരോപിതമായി ഇതുണ്ടാകുന്നു. ഇതാണ് ഇത് വാസ്തവത്തിലുള്ള സൃഷ്ടിയല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. ആരോപിതമായി, കൽപ്പിതമായി, ഇതെല്ലാം കൽപ്പനയിലാണ്. കാണുന്നവന്റെ കൽപ്പനയിൽ ആണ് ഈ സൃഷ്ടികളെല്ലാം നിലനിൽക്കുന്നത്. പരമാത്മ ചൈതന്യത്തിലെ കൽപ്പനകളാണ്. അതവിശ്യതേ ഘടാദിവശ സംഘാതയുക്ത. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ജീവൻ എങ്ങനെയാണോ ഈ വസ്തുക്കളെ സൃഷ്ടിക്കുന്നത് അതുപോലെ ആ പരമാത്മ ചൈതന്യത്തിൽ കൽപ്പനകളായി ഇതെല്ലാം ഉണ്ടാകുന്നു. ആ പരമാത്മ ചൈതന്യത്തിന്റെ തന്നെ കൽപ്പനകളായി ഉണ്ടാകുന്നു.
യഥാ മന്ദബുദ്ധിം പ്രതിപദ ഇഷയ ശ്രുതി ആത്മനോ ജാതിരുച്യതേ ജീവാദീന തഥാ ജാതോ ഉപഗമ്യമാനായ ഏതന്നദർശനം ദൃഷ്ടാന്തോ യഥോദിത ആകാശ ഇത്യാദി. പരമാർത്ഥം ഇതാണ്, അജാതം എന്നുള്ളതാണ് പരമാർത്ഥം. പരമാർത്ഥത്തിൽ അങ്ങനെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ആത്മഭിന്നമായ ഒന്നിനെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. മുമ്പ് പറഞ്ഞു, ആന്തര്യാമിയുടെ ചിത്തസ്പന്ദനമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞു. അപ്പോൾ ആന്തര്യാമിയിൽ നിന്ന് അന്യമായിട്ടൊരു സൃഷ്ടിയൊന്നും ഉണ്ടായിട്ടില്ല. അന്യമായി തോന്നുന്നത് ആരോപിതമായി കൽപ്പിക്കപ്പെട്ടതാണ്. വാസ്തവത്തിലില്ലാത്തത് ഉണ്ട് എന്നതുപോലെ അനുഭവപ്പെടുകയാണ്. ഉണ്ടെന്നതുപോലെയുള്ള അനുഭവമുണ്ട്, സത്യമാണെന്നുള്ള അനുഭവമുണ്ട്. പക്ഷെ ആ അനുഭവം പരമാർത്ഥമല്ല. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു മന്ദബുദ്ധികൾക്ക്, ബുദ്ധിക്ക് സൂക്ഷ്മതയും തെളിച്ചമില്ലാത്തവർക്ക് ഇത് ബോധ്യപ്പെടത്തില്ല. സാധാരണ ജീവന്മാർ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവപ്പെടുന്നതിന് സത്യമെന്ന് വിശ്വസിക്കുന്നവരാണ്, അങ്ങനെ കരുതുന്നവരാണ്. അതാണ് മന്ദബുദ്ധി എന്ന് പറയുന്നത്. ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷി ബുദ്ധിക്കില്ല, അതിനുള്ള ക്ഷമതയില്ല. പരമാർത്ഥ ബുദ്ധി ബോധിക്കുന്നില്ല. അതുകൊണ്ട് ശ്രുതി തന്നെ എന്ത് ചെയ്യുന്നു? ആത്മനോ ജാതിരിച്ചത്, തന്റെ ജന്മത്തെക്കുറിച്ച് പറയുന്നു. സ്വയം തന്റെ തന്നെ ജന്മത്തെക്കുറിച്ച് പറയുന്നു. തത്സൃഷ്ടോ തദൈവ അനുപ്രാപിച്ചത്, അതിനെ സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചു എന്നെല്ലാം തന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. കാരണം പ്രത്യക്ഷമായിരിക്കുന്നതിന് വിരുദ്ധമാണ് സത്യമെങ്കിൽ അത് മന്ദബുദ്ധിക്ക് ബോധിക്കാനൊക്കത്തില്ല. പ്രത്യക്ഷമായതിനെ മാത്രമേ ഗ്രഹിക്കത്തുള്ളൂ. പ്രത്യക്ഷത്തെ ഗ്രഹിക്കുന്ന സ്ഥൂലബുദ്ധിയാണ് ജീവന്മാരെല്ലാം. അതുകൊണ്ട് അതിനനുസരിച്ച് സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു. താൻ കാണുന്നതിനൊരു സമാധാനം എന്നുള്ളതാണ്. അതിൽ സൂക്ഷ്മബുദ്ധികൾക്ക് വേണ്ടി, തെളിഞ്ഞ ബുദ്ധികൾക്ക് വേണ്ടി പറയുന്നു അത് കൽപ്പിതമാണ്, അല്ലെങ്കിൽ അത് സൃഷ്ടാവിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ട് പരമാർത്ഥത്തിൽ ഒരു സൃഷ്ടിയില്ല, സ്രഷ്ടാവ് സൃഷ്ടി എന്നുള്ള ഭേദവുമില്ല. പരമാത്മാവ് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു. തഥാ ജാതൗ ഉപഗമ്യമാനായാം ഏതെന്ന് ദർശനം ദൃഷ്ടാന്തവും. അങ്ങനെ സൃഷ്ടി ഉണ്ട് എന്നൊരുവന് ധാരണയുള്ളപ്പോൾ, സൃഷ്ടി അവൻ അംഗീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈശ്വരനാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചതെന്ന് സത്യമായി അവൻ കരുതുമ്പോൾ, പിന്നെ ഈ ദൃഷ്ടാന്തം പറയുന്നത് ആകാശത്തെ പോലെയാണ്. പറയുമ്പോൾ നിനക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൃഷ്ടി സത്യമല്ല, അങ്ങനെ ഒന്നും പരമാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല. പരമാർത്ഥത്തിൽ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. പരമാത്മാവിൽ നിന്നും വേറിട്ടൊരു സൃഷ്ടിയില്ല എന്നുള്ള പരമാർത്ഥത്തെ ഒടുവിൽ പറയുന്നു. ആദ്യം സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് എന്താണ് പരമാർത്ഥത്തിലുള്ളതെന്ന് രണ്ടാമത് പറയുന്നതാണ്. എന്തുകൊണ്ട്? ജീവന്മാർ അത് ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യതയില്ലാത്തതുകൊണ്ട്. അത് സൃഷ്ടിക്ക് ഏറ്റവും നല്ല ദൃഷ്ടാന്തം ഇതാണ്. ഘടാകാശവും മഹാകാശവും സൃഷ്ടിയുടെ പരമാർത്ഥത്തെ ബോധിക്കുന്നതിന് എന്നാണ് പറയുന്നത്. ആത്മാഹി ആകാശവത് ജീവേരു ഘടാകാശേരിവോദിത ഘടാദിവത്സസംഗാതേർ ജാതാവേദനിദർശനം ഘടാദിഷു പ്രണീനേഷു ഘടാകാശാദയോ യഥാ ആകാശേ സംപ്രലീയന്തേ തദ്വജ്ജീവാ ഇഹാത്മനി.
യഥാ ഘടാദ്യുത്പത്ത്യാ ആകാശാദ്യുത്പത്തി യഥാ ച ഘടാദിപ്രളയേ ആകാശാദിപ്രളയ തദ്വത് ദേഹാദിസംഘാതോത്പത്ത്യാ ജീവോത്പത്തി തത്പ്രളയേ ച ജീവാനാം ഇഹ ആത്മനി പ്രളയോ ന സദൈത്യർത്ഥഃ. സൃഷ്ടിപ്രളയങ്ങളെ ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. പാത്രത്തെ ഉണ്ടാക്കുമ്പോൾ അവിടെ പറയുന്നു, അതാ ഇവിടെ ആകാശം ഉണ്ടായി, ഘടാകാശം ഉണ്ടായി, അതിനകത്തുള്ള ആകാശം എന്ന് പറയുന്നു. ആകാശത്തിന് അകവും പുറവുമില്ല. അകത്തുള്ള ആകാശം പുറത്തുള്ള ആകാശം എന്ന് പറയുന്നത് സത്യമല്ല. എന്നാലും അങ്ങനെ പറയുന്നു, ഇതിനകത്തുള്ള ആകാശം പുറത്തുള്ള ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഇടം, ശൂന്യത, നമ്മൾ കാണുന്ന ശൂന്യത. അതാണ് മുകളിൽ കാണുന്ന ആകാശത്തെയല്ല. ഒരു വസ്തുവിൽ കാണുന്ന നമ്മൾ കാണുന്ന ആ ശൂന്യത മറ്റുള്ളതിന് ഇടം നൽകുന്ന ആ അവസ്ഥ, അതിൽ അകംപുറമൊന്നുമില്ല, ഒന്നേ ഉള്ളൂ. എന്നാലും ഒരു പാത്രത്തെ ഉണ്ടാക്കിയപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മൾ അതിനുള്ളിൽ ഇടമുണ്ടെന്ന് പറയുന്നു, പുറമേയും ആ ഇടം നിലനിൽക്കുന്നു എന്ന് പറയുന്നു. യഥാ ഘടാദി പ്രളയം. ഇനി ആ വസ്തു നശിച്ചാലോ, പാത്രം നശിച്ചു കഴിഞ്ഞാലോ ഘടാകാശാദി പ്രളയമാണ്. പിന്നീട് നമുക്ക് ആ ഉള്ളിലെ ആകാശമൊന്നും പറയാൻ കഴിയുന്നില്ല, പുറമേയുള്ള ആകാശമൊന്നും വേർതിരിക്കാനും കഴിയുന്നില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ധരിക്കുന്നു എന്താണ്, ആകാശം നഷ്ടപ്പെട്ടു. അതുപോലെ ദേഹാദിസംഘാത ഉത്പത്തിയ, ദേഹാദിസംഘാതോത്പത്തി, ദേഹാദിസംഘാതത്തിന്റെ സംഘാതം എന്ന് പറയുന്ന ആ ഒരു ഉപാധിയിലൂടെ ജീവോത്പത്തി, ജീവൻ ഉണ്ടായതായി കരുതുന്നു. തത്പ്രളയ, ദേഹം നശിക്കുമ്പോൾ ജീവന്റെ നാശവും പറയുന്നു. പക്ഷെ ഇത് രണ്ടും വാസ്തവമല്ല. നസത, ഉത്പത്തിയും നാശവും. നേരത്തെ പറഞ്ഞു എന്താണ്, ന ബദ്ധ ന സാധക ന മുമുക്ഷു എന്നെല്ലാം പറഞ്ഞു. ബന്ധത്തിൽ നിന്നും മോചിക്കാൻ വേണ്ടിയിട്ടാണ് മുമുക്ഷു ആഗ്രഹിക്കുന്നത്. അപ്പോൾ മോക്ഷത്തിൽ എന്താ സംഭവിക്കുന്നത്? പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്നാണ്. ബന്ധത്തിൽ എന്താ സംഭവിച്ചത്? അവിടെയും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. പാത്രത്തെ ഉണ്ടാക്കിയിട്ട് വെറുതെ ആരോപിക്കുന്നു പാത്രത്തിനുള്ളിൽ ഇടമുണ്ടെന്ന്. പാത്രം നശിച്ചു കഴിഞ്ഞാലോ അവിടെ വിശേഷിച്ചൊന്നും സംഭവിക്കുന്നില്ല. മുമ്പുണ്ടായിരുന്ന ആ ഇടം തന്നെ പാത്രം ഉണ്ടായപ്പോഴും പാത്രം നശിച്ചപ്പോഴും സംഭവിക്കുന്നു. അതുപോലെ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ശരീരത്തിന്റെ ഉത്പത്തി, ശരീരത്തിന്റെ നാശം, ഇതെല്ലാം സംഭവിക്കുമ്പോൾ അവിടെ ജീവൻ ഉണ്ടായതായും ജീവൻ നശിച്ചതായും ജീവൻ ബന്ധനത്തിൽപ്പെട്ടതായും ജീവൻ മുക്തനായതായും എല്ലാം കൽപ്പിക്കുകയാണ്. അത് സമുദ്രത്തിലെ തിരകളെ പോലെ ഈ ഭൂതങ്ങളുടെ പ്രത്യക്ഷപ്പെടലും വിലയവും അതാ സംഭവിക്കുന്നു. ചിത് സമുദ്രത്തിലെ തിരകൾ അത് ഉത്പന്നമാകുന്നു, വിലയിക്കുന്നു. ഈ ഭൂതസംഘാതങ്ങളോ, ജീവന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം, അത് ആകാശ സമാനമാണ്. ഭൂതസംഘാതങ്ങളോ, ആ ഭൂതസംഘാതങ്ങളും സമുദ്രത്തിൽ നിന്ന് എങ്ങനെയാണോ തിര വേറെ അല്ലാതിരിക്കുന്നത്, അതുപോലെ ആ ചിത് സമുദ്രത്തിലെ ഭാവങ്ങളാണ്. അത് ആ സമുദ്രത്തിൽ നിന്ന് വേറിട്ടല്ല. ആ ഭൂതസംഘാതവും വേറെയായിട്ടുണ്ടായിട്ടില്ല. ആ ഭൂതസംഘാതം കൊണ്ട് നമ്മൾ കരുതുന്ന ജീവഭാവവും വേറെ ഉണ്ടായിട്ടില്ല. ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നില്ല പരമാർത്ഥത്തിൽ. അതുകൊണ്ട് ആണ് ഇവിടെ അജാതം എന്ന് പറയുന്നത്. ഇതാണ് അദ്വൈതം. ഇവിടെ നമ്മൾ പാത്രത്തെ ഉണ്ടാക്കുന്നു, പാത്രത്തെ നശിപ്പിക്കുന്നു. അവിടെ നമ്മൾ പാത്രത്തെ ഉണ്ടാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ ആ പാത്രം ഉണ്ടായപ്പോൾ ആകാശം പ്രത്യക്ഷപ്പെട്ടു, നശിച്ചപ്പോൾ ആ ആകാശം പ്രത്യേകിച്ച് നിലനിൽക്കുന്നില്ല. അപ്പോൾ ആത്മഭാവത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ്.
പാത്രത്തിനകത്തൊരാകാശം പുറത്തൊരാകാശം എന്നൊരാകാശമില്ല. പക്ഷെ ആ പാത്രങ്ങളോ അതുണ്ടായല്ലോ എന്ന് ചോദിക്കും. അതിന്റെ ഒരു സൃഷ്ടി കാണുന്നുണ്ടല്ലോ. അതുണ്ടായതുകൊണ്ടാണല്ലോ ഈ ഭേദം വന്നത്. പാത്രത്തിന്റെ ഉള്ളിൽ ആകാശം, പുറമെയുള്ള ആകാശം. ആ പാത്രത്തിന്റെ സൃഷ്ടിയും ലയത്തെയും അംഗീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതും അംഗീകരിക്കുന്നു. എന്തുകൊണ്ട്? ആ പാത്രവും മണ്ണ് തന്നെയാണ്. മണ്ണിൽ നിന്ന് വേറിട്ട് പാത്രം എന്ന് പറയുന്നൊന്നുണ്ടായില്ല. മണ്ണിൽ നിന്ന് വേർതിരിച്ച് പാത്രം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ നമുക്ക് മണ്ണിൽ നിന്ന് വേർതിരിച്ച് എടുക്കാൻ കഴിയുന്നില്ല. അത് മണ്ണ് തന്നെയാണ്. അതുപോലെ ഈ ജീവചൈതന്യത്തെ വേർതിരിപ്പിക്കുന്ന ഈ ശരീരം, കരണങ്ങൾ, ഇതെല്ലാം ആ ചിദാകാശ സമുദ്രത്തിലെ അലകളാണ്. അത് ആ സമുദ്രത്തിൽ നിന്ന് വേറിട്ടൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ശരീരവും ഉണ്ടായിട്ടില്ല, ചൈതന്യം ഉണ്ടായിട്ടില്ല. ആകാശത്തിൽ ഇത് കൽപ്പിക്കുന്നു. പാത്രത്തെയും അതിനുള്ളിൽ ആകാശത്തെയും കൽപ്പിക്കുന്നു. സമുദ്രത്തിൽ അലകളെ കൽപ്പിക്കുന്നു. സമുദ്രത്തിൽ അലകളെ എന്തുകൊണ്ട് കൽപ്പിക്കുന്നു? വാസ്തവത്തിൽ അവിടെ കാണുകയാണല്ലോ അലകൾ. അവിടെ വായു വീശുന്നതുകൊണ്ട് അലകളുണ്ടാകും. അതുപോലെ ഏകമായിരിക്കുന്ന ഈ ചിത് സമുദ്രത്തിൽ എങ്ങനെ അലകളുണ്ടാകും? ഒന്നല്ലേ ഉള്ളൂ. പറയുന്നു അതിന്റെ തന്നെ മായാശക്തി കൊണ്ട്, അനിർവചനീയമായിരിക്കുന്ന മായാശക്തി, ആ ചിത് സമുദ്രത്തിൽ നിന്നും വേർതിരിക്കാൻ കഴിയാത്ത മായാശക്തി, അന്നൊരിക്കലും വേർതിരിക്കാൻ കഴിയാത്തതായ ആ മായാശക്തി കൊണ്ട് അവിടെ അലകളുണ്ടാകും. ആ മായാശക്തി അത് തന്നെയാണ്. അതിൽ നിന്ന് വേറിട്ടൊന്നല്ല. ഒന്നും തന്നെ അതിൽ നിന്ന് വേറിട്ടുണ്ടായിട്ടില്ല. പക്ഷെ ആ മായാശക്തി കൊണ്ട് ജീവഭാവം തോന്നുന്നു, ശരീരാദി ഭേദങ്ങൾ അനുഭവപ്പെടുന്നു, ഉണ്ടായതായി തോന്നുന്നു, ബദ്ധനാണെന്ന് അനുഭവപ്പെടുന്നു, മുക്തനാണെന്ന് അനുഭവപ്പെടുന്നു. ഇതെല്ലാം ആ മായാശക്തി കൊണ്ട് തോന്നുന്നതാണ്. ആ മായാശക്തി ഇവിടെ പറയുന്ന ആ സമുദ്രത്തിൽ നിന്ന് വേറിട്ടല്ലതാണ്. അതിന് ഒരു തരത്തിലും അതിനെ വേർതിരിക്കാൻ കഴിയാത്തതാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് വാസ്തവത്തിലുള്ള സൃഷ്ടിപ്രളയങ്ങൾ ഇവിടെ സംഭവിക്കുന്നില്ല. അദ്വൈതമാണ് പരമാർത്ഥം എന്നാണ് പറയുന്നത്. ഘടാദിഷു പ്രലീനേഷു ഘടാകാശാദയോ യഥാ ആകാശേ സംപ്രലീയന്തേ തദ്വജ്ജീവായിഹാത്മനി. യഥൈകസ്മിൻ ഘടാകാശേ രജോ ധൂമാദിഭിർയുതേ ന സർവേ സംപ്രയുജ്യന്തേ തദ്വജ്ജീവാ സുഖാദിഭിഃ. അദ്വൈതമാണ് പരമാർത്ഥം. സൃഷ്ടി ആരോപിതമാണ്. അല്ലെങ്കിൽ ആ അദ്വൈതത്തിൽ നിന്ന് അന്യമായി സൃഷ്ടി ഒന്നില്ല എന്നെല്ലാം പറഞ്ഞു. അദ്വൈതത്തെ അങ്ങനെ യുക്തി കൊണ്ട് സമർത്ഥിക്കുമ്പോൾ, ദൃഷ്ടാന്തങ്ങളെല്ലാം കൊണ്ടൊന്ന് സമർത്ഥിക്കുമ്പോൾ അത് അനുഭവത്തിന് വിരുദ്ധമായി വരുന്നു. അദ്വൈതം എന്ന് പറയുമ്പോൾ ഏകമായ ആത്മാവ് മാത്രമേ ഉള്ളൂ. ഇവിടെ അനേക ജീവന്മാരെ കാണുന്നുണ്ട്. അനേക ശരീരങ്ങളിൽ അനേക ജീവന്മാരെ അനുഭവപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഒന്നാണെന്നാണ് പറയുന്നത്. ഒരേ ഒരു പരമാർത്ഥ സത്തയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചോദ്യം വരും. ഇതെല്ലാം ഒന്നാണെങ്കിൽ ഒരാൾ ബദ്ധൻ, വേറൊരാൾ മുക്തൻ എന്നുള്ള ഈ അനുഭവം എങ്ങനെ വരുന്നു? ഒന്നുകിൽ എല്ലാവരും ബദ്ധന്മാരായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും മുക്തരായിരിക്കും. അതുമാത്രമല്ല, ഓരോ ജീവന്റെയും പ്രത്യക്ഷ അനുഭവത്തിൽ കാണുന്നതാണ്. എല്ലാം ഒരേ ഒരു സത്തയാണെങ്കിൽ ഒരുവൻ സുഖിയായിരിക്കുമ്പോൾ വേറൊരുവൻ ദുഃഖിയായിരിക്കുന്ന എന്തുകൊണ്ട്? ഒരേ സത്ത ആണെങ്കിൽ ഒരേ അനുഭവമാണ് ഉണ്ടാകുന്നത്. ഈ അനുഭവ വ്യത്യാസം എന്തുകൊണ്ടുണ്ടാകുന്നു? ഇതുണ്ടാകാൻ പാടില്ല. പരമാർത്ഥത്തിൽ ഏകമാണ് ആത്മാവെങ്കിൽ.
ഈ ദ്വൈതത്തെ സ്വീകരിച്ചിരിക്കുന്നവരെല്ലാം ദ്വൈതം എന്ന് പറയുന്ന തത്വത്തെ സ്വീകരിക്കുന്നതിന് പ്രധാനമായ കാരണം ഇതാണ്. പഴയ ആചാര്യന്മാർ ഇവിടെ ഇപ്പോൾ ദ്വൈതികളായി പറയുന്നത് ശങ്കരാചാര്യർക്ക് മുമ്പുള്ളവരാണ്. സാംഖ്യന്മാര്, നൈയായികന്മാര്, വൈശേഷികന്മാര്, അവരെല്ലാം പറയുന്നത് എന്താണ്? ആത്മാവിനെ, പരമാത്മാവിനെ ഏകമായി സ്വീകരിക്കാൻ സാധ്യമല്ല. സാധ്യമായി കഴിഞ്ഞാൽ അത് അനുഭവത്തിന് വിരോധമാകും. എന്താണ് അനുഭവത്തിന് വിരോധം വരുന്നത്? മുമ്പ് പറഞ്ഞത്, ഒരാൾ സുഖിയായിരിക്കുമ്പോൾ മറ്റൊരാൾ ദുഃഖിയായിരിക്കുന്നു. രണ്ട് ശരീരത്തിനുള്ളിൽ ഒരേ ആത്മാവാണ് ഇരിക്കുന്നതെങ്കിൽ ഒരേ സമയം സുഖദുഃഖ അനുഭവങ്ങൾ സർവ്വ ശരീരങ്ങളിലും ഒരുപോലെ അനുഭവപ്പെടുന്നു. അതാണ് പ്രധാനമായി പറയുന്നത്. എന്താണ്? ഓരോ ശരീരത്തിലും ഓരോ ആത്മാവാണ്, വേറെ വേറെയാണ് എന്ന് പറഞ്ഞാലേ അതിന് സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്നാണ്. ഓരോ ശരീരത്തിലും വേറെ ആത്മാവായതുകൊണ്ട് ഒരാൾക്ക് സുഖം അനുഭവപ്പെടുമ്പോൾ ഒരാൾക്ക് ദുഃഖം അനുഭവപ്പെടും. ഇതാണ് സാമാന്യ യുക്തിക്ക് നിരക്കുന്നത്. ഇതാണ് സർവാനുഭവ സിദ്ധമായിരിക്കുന്ന കാര്യം. അദ്വൈതം അനുഭവവിരുദ്ധമായി കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതീന്ദ്രിയമായ കാര്യങ്ങളെ നമ്മൾ വിശ്വാസം കൊണ്ട് സ്വീകരിക്കാം. സ്വർഗമുണ്ട്, ദേവതമാരുണ്ട്, ഇതെല്ലാം കേവലം വിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധ കൊണ്ട്. ശാസ്ത്രം പറഞ്ഞു, ഗുരു പറഞ്ഞു, അതിനൊക്കെയുള്ള ശ്രദ്ധ കൊണ്ട് സ്വീകരിക്കാം. പക്ഷേ പ്രത്യക്ഷമായ അനുഭവത്തിന് വിരുദ്ധമായ കാര്യം പറഞ്ഞാൽ അത് ശ്രദ്ധ കൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല. വിശ്വാസം കൊണ്ട് അത് സ്വീകരിക്കാൻ പ്രയാസമാണ്. പറയുന്ന കാര്യത്തെ യുക്തി കൊണ്ട് ബോധ്യപ്പെടുത്തേണ്ടി വരും. അതാ കേവലം നീ അത് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ സ്വീകരിക്കത്തില്ല. ആർക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. മറ്റത് അന്ധത കൊണ്ട് സ്വീകരിക്കാം. ഗുരുവിലുള്ള അന്ധത കൊണ്ട് ഗുരു പറയുന്നതിന് സ്വീകരിക്കാം. ശാസ്ത്രത്തിലുള്ള അന്ധത കൊണ്ട് ശാസ്ത്രം പറയുന്നതിന് സ്വീകരിക്കാം. പക്ഷെ സ്വാനുഭവത്തിന് വിരുദ്ധമായി വന്നാലോ അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അദ്വൈതം എന്ന് പറയുന്നത് അനുഭവത്തിന് വിരുദ്ധമാണ്. കാരണം സർവ ശരീരങ്ങളും ഒരു ചൈതന്യമാണെങ്കിൽ ഈ ഭേദം അനുഭവപ്പെടാൻ പാടില്ല. അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അദ്വൈതമാണെന്ന് നീ വിശ്വസിച്ചോളണമെന്ന് പറഞ്ഞാലോ അങ്ങനെ ഒരു അദ്വൈതത്തെ സ്വീകരിക്കാൻ യുക്തിബോധമുള്ളവർ തയ്യാറാകത്തില്ല. അതുകൊണ്ടാണ് ആ വിഷയത്തെ ഇവിടെ ദീർഘമായി ചർച്ച ചെയ്യുന്നത്. അദ്വൈതം എന്ന് പറയുന്നത് ശങ്കരാചാര്യർ അതിനെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് വരെ അത് കേവലം വ്യക്തിനിഷ്ഠമായ അനുഭവമായിരുന്നു. ഋഷിമാരുടെ അനുഭവം. ഋഷിമാർ പറയുന്നത് എന്താണ്? സർവം ഖൽവിദം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലമായ ഒരു വ്യക്തിയുടെ അനുഭവമാണ്. ആ വ്യക്തിയുടെ അനുഭവത്തെ യുക്തിയുക്തമായി ചിന്തിക്കുന്ന ഒരാളെ അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ അത് ഞാൻ പറയുന്നു അതുകൊണ്ട് നീ വിശ്വസിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മന്ദബുദ്ധിയെ സ്വീകരിക്കത്തുള്ളൂ. യുക്തി ചിന്ത ചെയ്യുന്നവരവനത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ യുക്തിയുക്തമായി താൻ പറയുന്ന കാര്യത്തിനെ ബോധ്യപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ആചാര്യസ്വാമികൾ ഈ ഭാഷയെല്ലാം എഴുതിയത്. അപ്പോഴാണ് അദ്വൈത ശാസ്ത്രം ഉണ്ടായത്. അതിനു മുമ്പ് അദ്വൈതത്തിന് ശാസ്ത്രം ഉണ്ടായിരുന്നു, കേവല ശ്രുതി മാത്രം. ഋഷിമാരുടെ അനുഭവങ്ങളെ അവിടെ വെളിപ്പെടുത്തി. അവരുടെ അനുഭവത്തിൽ അവർ പറഞ്ഞു എന്താണ്? സർവം കല്ലിതം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, തത്വമസി ഇതെല്ലാം പറഞ്ഞു. പരമാത്മാവിന്റെ ഏകത്വത്തെ അവർ പറഞ്ഞു. പക്ഷെ അത് യുക്തി ചിന്തകർക്ക് സ്വീകരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ശ്രുതിയിൽ ഇങ്ങനെ പറഞ്ഞതിന് ശേഷവും കപിലനും ഗൗതമനും കണാദനും എല്ലാം യുക്തിപരമായി ആത്മഭേദത്തെ സമർത്ഥിച്ചത്. അവർ യുക്തിയുക്തമായി ചിന്തിച്ചവരാണ്.
അവരെന്തു പറഞ്ഞു? ആത്മാവിന്റെ ഏകത്വത്തെ അങ്ങനെ അംഗീകരിക്കാൻ സാധ്യമല്ല, അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷ അനുഭവത്തിന് വിരോധം വരും. അത് പറഞ്ഞപ്പോൾ അതിന് യുക്തിപരമായി, അതാണ് കൂടുതൽ യുക്തിപരമായി തോന്നിയത്. അതുകൊണ്ട് അതിനെ യുക്തിപരമായി ചിന്തിക്കുന്ന അനുയായികളും ധാരാളമായി ഉണ്ടായി. ഇപ്പൊ ശ്രുതിയിലെല്ലാം അദ്വൈതം അങ്ങനെ വെളിപ്പെടുത്തിയിരുന്നെങ്കിലും ആചാര്യസ്വാമിയുടെ കാലത്ത് അദ്വൈതത്തെ ആരും അംഗീകരിച്ചിരുന്നില്ല. കാരണം അത് യുക്തിക്ക് നിരക്കുന്നതല്ല. അപൂർവം ചിലർ അതങ്ങനെ സ്വീകരിച്ചിരുന്നുണ്ടെങ്കിലും വിദ്വത്സഭകളിൽ അതിനെ അംഗീകരിച്ചിരുന്നില്ല. ഒരു ശാസ്ത്ര ചർച്ചയ്ക്ക് വേണ്ടി വരുമ്പോൾ കേവലം ശ്രുതി പ്രമാണം കൊണ്ട് മാത്രം അതിനെ അംഗീകരിക്കാൻ ആൾക്കാർ തയ്യാറായി. കാരണം അനുഭവത്തിന് നിരക്കാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് വാദപ്രതിവാദങ്ങളും മറ്റും വേണ്ടി വന്നത്. യുക്തിയിലൂടെയും ഇത് സമർത്ഥിക്കാം. അതാണ് അദ്വൈത പ്രകടനത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. അദ്വൈതത്തെ യുക്തിയിലൂടെയും സമർത്ഥിക്കാം, കേവലം ശ്രുതി പ്രമാണത്തിലൂടെ മാത്രമല്ല. ഒരു ഗുരു ഒരു ശിഷ്യനോട് ഉപദേശിക്കുന്നു, തത്വമസി എന്ന് ഉപദേശിക്കുമ്പോൾ അയാൾക്ക് ബോധ്യപ്പെടുകയാണ് അദ്വൈതം അയാൾ സാക്ഷാത്കരിക്കുകയാണ്, അദ്വൈതം അയാൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ പ്രശ്നം തീർന്നു. പക്ഷെ അത് ഒരു വിദ്വാൻമാരുടെ ഇടയിൽ അത് അവതരിപ്പിക്കാനൊക്കത്തില്ല. അവിടെ അവതരിപ്പിക്കണമെങ്കിൽ അതിന്റെ യുക്തികൾ വേണം, അതിന്റെ ഹേതുക്കൾ വേണം, അതിനെ സമർത്ഥിക്കണം, അതിനെ ബോധ്യപ്പെടുത്തണം. അത് കഴിയാതിരുന്നതുകൊണ്ട് ശങ്കരാചാര്യർ വരുന്നതുവരെ അത് ശരിക്കും വേണ്ട രീതിയിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആചാര്യസ്വാമികൾ അതിന് ശ്രമിച്ചപ്പോൾ എന്ത് ചെയ്തു? അതിനു മുമ്പുണ്ടായിരുന്ന ദ്വൈതവാദങ്ങളെയൊക്കെ നിഷേധിക്കേണ്ടി വന്നു. സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, ഇതിനെല്ലാം നിഷേധിച്ചു. ഇവരെല്ലാവരും ആത്മാവിന്റെ അനേകത്വത്തെ അംഗീകരിക്കുന്നവരാണ്. അതാണ് ഇവിടെ ആ ചർച്ച വരുന്നത്. ഇവിടെ പൂർവാചാര്യന്മാരെല്ലാം വളരെ ബഹുമാനത്തോടുകൂടി തന്നെ നിഷേധിക്കുകയും ചെയ്യുന്നു. ആചാര്യസ്വാമിയുടെ തന്നെ ഈ കപിലൻ, കണാദൻ തുടങ്ങിയവരെയൊക്കെ കുറിച്ച് വളരെ ബഹുമാനത്തോടുകൂടിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ അവരെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടിയിട്ടല്ല. അവരംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരാത്മാവിന്റെ നാനാത്വത്തെ അവർ അംഗീകരിക്കുന്നു. അത് ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന അദ്വൈത അനുഭവത്തിന് വിരുദ്ധമാണ്. മറ്റുള്ളവർ യുക്തിയിലൂടെ കണ്ടെത്തിയ ആത്മഭേദത്തെ ആചാര്യസ്വാമികൾ എന്ത് ചെയ്യുന്നു? അനുഭവത്തെയും യുക്തിയെയും ആശ്രയിച്ചിട്ട് നിഷേധിക്കുന്നു. അതാണ് ഇവിടെ. എന്നാലേ അദ്വൈതത്തിന്റെ സമർത്ഥനം സാധ്യമാവൂ എന്നാണ്. അതുകൊണ്ട് ഇവിടെ പൂർവപക്ഷം, സമാധാനം, ചോദ്യം, ഉത്തരം എന്നുള്ള നിലയിൽ അദ്വൈതത്തെ ഇവിടെ സമർത്ഥിക്കുകയാണ്. ചോദിക്കുന്നു, നനു ഏക ഏവ ആത്മ സർവദേഹേഷു ആത്മാ ഏകത്വേ ഏകസ്മിൻ ജനന മരണ സുഖാദിമത്യാത്മനി സർവാത്മനാം തത്സംബന്ധഃ ക്രിയാഫല സാങ്കര്യം ച സ്യാത്. എന്തുകൊണ്ട് കണാദനും കപിലനും മറ്റും അനേക ആത്മാക്കളെ സ്വീകരിച്ചു? അതിന് സമാധാനം പറയുന്നു. അവരുടെ സമാധാനമാണ് സർവദേഹേഷു ആത്മാ ഏകത്വേ, എല്ലാ ദേഹങ്ങളിലും ഒരു ആത്മാവാണ് ഇരിക്കുന്നതെന്ന് വന്നാൽ ഏകസ്മിൻ ജനന മരണ സുഖ ദുഃഖാദിമത്യാത്മനി, ഒരു ശരീരത്തിൽ ജനനം, മരണം, സുഖം, ദുഃഖം ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ സർവാത്മനാം തത്സംബന്ധ, എല്ലാവർക്കും അതെല്ലാം അനുഭവപ്പെടണം, ഒരാത്മാവാണ്. അതാണ് കൂടുതൽ യുക്തമായിരിക്കുന്നത്. ക്രിയാഫല സാങ്കര്യം സ്യാത്. താനൊരു കർമ്മം ചെയ്യുന്നു,
ഞാൻ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്താൽ ഞാനല്ല, എല്ലാവരും സ്വർഗത്തിൽ പോകണം. ഞാൻ നരകത്തിന് ഹേതുവായ ഒരു ഹിംസ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും നരകത്തിൽ പോകേണ്ടി വരും. ക്രിയാഫല സാങ്കര്യം സംഭവിക്കും. ഇത് ആഹൃദ്വൈതിന, അതാണ് ദ്വൈതികളെന്ന് പറയുന്നത്. സാങ്കര്യം എന്ന് വെച്ചാൽ കൂടിക്കലരൽ, മലയാളത്തിൽ പറയുന്നതാണ്. താൻ പ്രതി ഇതമുച്ചിതേ, അവരോട് പറയുകയാണ്, ദ്വൈതികളോട് പറയുകയാണെന്നത്. ശങ്കരാചാര്യർ ദ്വൈതത്തെ നിഷേധിച്ച് അദ്വൈതത്തെ സമർത്ഥിച്ചു. പിൽക്കാലത്തിന് അദ്വൈതത്തിന് ശങ്കരാചാര്യർക്ക് ശേഷം ഒരുപാട് അനുയായികളുണ്ടായി. എന്നിട്ടും ദ്വൈതം അവസാനിച്ചിട്ടില്ല. ദ്വൈതത്തെ പിന്തുടരാൻ പിന്നീട് ആചാര്യന്മാരുണ്ടായി. അവർ കപിലന്റെയും കണാദന്റെയും മറ്റും ദ്വൈതത്തെ ഒന്നുകൂടി പരിഷ്കരിച്ച് വീണ്ടും ഒരു ദ്വൈത സമ്പ്രദായങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ദ്വൈതത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി ആചാര്യസ്വാമികൾ ഉപയോഗിച്ച യുക്തികളും സ്വാനുഭവവും മറ്റുള്ളതിനേക്കാൾ പ്രബലമായതുകൊണ്ട് അദ്വൈതത്തിന് തന്നെ പ്രചാരമുണ്ടായി. അതുകൊണ്ടാണ് അദ്വൈതം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനുപയോഗിച്ചത് വളരെ പ്രബലമായ യുക്തികളാണ്. യഥാ ഏകസ്മിൻ ഘടാകാശേ രജോധൂമാദിവിർയുതേ സംയുക്തോ ന സർവേ ഘടാകാശാദയ തദ്രജോധൂമാദ്ഭി സമീജ്യന്തേ തദ്ജീവാസുഖാദ്ഭി. ഈ ദ്വൈതത്തെ നിഷേധിക്കണമെങ്കിൽ, ആത്മഭേദത്തെ നിഷേധിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയോ, അതാണ് ശങ്കരാചാര്യർ സ്വീകരിച്ചത്. മറ്റൊരു വഴിയും, മറ്റൊരു തരത്തിലും ദ്വൈതത്തെ നിഷേധിക്കാനും സാധ്യമല്ല ആർക്കും. എന്താണ് ഈ ഭേദം, ഞാൻ നീ എന്നുള്ള ഈ ഭേദം, ഇത് കല്പിതമായി അംഗീകരിക്കുക, ഇത് ആരോപിതമായി അംഗീകരിക്കുക. ഇതുകൊണ്ട് മാത്രമേ ദ്വൈതത്തെ നിഷേധിക്കാൻ പറ്റൂ. ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ദ്വൈതത്തിൽ ഈ ഭേദത്തെ സത്യമായി സ്വീകരിക്കുന്നു, അദ്വൈതത്തിൽ ഈ ഭേദത്തെ കല്പിതമായി സ്വീകരിക്കുന്നു, ആ ഭേദത്തെ ആരോപിതമായി സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ആചാര്യസ്വാമികളെ മിഥ്യാവാദി, മായാവാദി എന്നെല്ലാം വിളിക്കുന്നത്. സ്വാനുഭവത്തിന്റെ ബലത്തിലും യുക്തിയുടെ ബലത്തിലും ആചാര്യസ്വാമികൾ അത് സമർത്ഥിച്ചതാണ്. അങ്ങനെയല്ല ദ്വൈതത്തെ നിഷേധിക്കാൻ ഒക്കത്തില്ല. ദ്വൈതത്തെ പിന്തുടരുന്ന സർവരും സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, ഇതിന്റെ ആചാര്യന്മാരെല്ലാം ഈ പ്രപഞ്ചത്തെ സത്യമായി അംഗീകരിച്ചിട്ടുള്ളവരാണ്. ചാർവാകന്മാർ എങ്ങനെയാണോ വേദത്തെയും ഈശ്വരനെയും നിഷേധിച്ച ചാർവാകന്മാർ, നാസ്തികൻ എന്ന് ചാർവാകന്മാരെ വിളിക്കുന്നത് അവർ ഈശ്വരനെ അംഗീകരിക്കാത്തതുകൊണ്ടല്ല, വേദത്തെ നിഷേധിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ട്. ആ ചാർവാകന്മാര് എന്താ പറയുന്നത്? പ്രപഞ്ചം സത്യമാണ്. അതേ രീതിയിൽ പ്രപഞ്ചം സത്യമാണെന്ന് പറഞ്ഞവരാണ് കണാദനും ഗൗതമനും കപിലനും ഋഷിമാരെല്ലാം. പ്രപഞ്ചം സത്യമാണെന്ന് സ്വീകരിച്ചാലേ ദ്വൈതത്തിന് നിലനിൽക്കുള്ളൂ. പിൽക്കാലത്ത് ആരെല്ലാം പ്രപഞ്ച സത്യമെന്ന് പറയുന്നു അവരെല്ലാം ദ്വൈതികളാണ്. അദ്വൈതത്തിൽ പ്രപഞ്ചം സത്യമല്ല. അതാണ് അദ്വൈതം ഇന്നും നിലനിൽക്കുന്നത്. പ്രപഞ്ചം പരമാർത്ഥ സത്യമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട്
അദ്വൈതത്തിനെന്നും നിലനിൽപ്പുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ച് ഭൗതികമായി തന്നെ പഠിച്ചു ചെല്ലുമ്പോഴും മനസ്സിലാകുന്നത് എന്താണ്? ഈ പ്രപഞ്ചം സത്യമല്ലെന്നാണ്. പ്രപഞ്ചം പരമാർത്ഥമല്ല എന്ന് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ അദ്വൈതത്തിന് നിലനിൽപ്പുണ്ട്. അതാണ് ഇവിടെയും പറയുന്നത്. യഥാ ഏകസ്മിൻ ഘടാകാശേ രജോധൂമാദിവർ യുദ്ധേ സംയുക്തേ ന സർവേ ഘടാകാശാദയ തദ് രജോധൂമാദി സംയുക്തേ. ആകാശം ഒന്ന് തന്നെ, ആത്മാവ് ഒന്ന് തന്നെ, അതിനെ പരമാത്മാവെന്ന് പറയുന്നു. ആകാശം ഒന്ന് തന്നെ, അതിനെ മഹാകാശം എന്ന് പറയുന്നു. ആ മഹാകാശം എന്ന് പറയുന്നത് എന്താണ്? ഈ വസ്തുക്കൾക്ക് ഇടം കൊടുക്കുന്ന ഈ ഇടം, അവകാശം എന്നും പറയും സംസ്കൃതത്തിൽ. ഏതൊന്നിലാണോ പരമാണു തുടങ്ങി ഈ ബ്രഹ്മാണ്ടം വരെയുള്ള സർവവും നിലനിൽക്കുന്നത്, അതാണ് ആകാശം എന്ന് പറയുന്നത്. ഓരോ വസ്തുവിന്റെയും നിലനിൽപ്പിന്റെ ആധാരം എന്ന് പറയും. വേണമെങ്കിൽ അതിനെ ദേശമെന്നും പറയാം. ആകാശദേശം, ദേശവും കാലവും അതിലാണ് നിലനിൽക്കുന്നത് എന്ന് പറയാം, എന്നും പറയാം. സർവവും അതിലാണ് നിലനിൽക്കുന്നത്. ഈ മഹാകാശം ഏകമായിരിക്കുന്നു. പക്ഷെ ആകാശത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പാത്രം കൊണ്ട് അതിനുള്ളിൽ ഒരു ആകാശത്തെ കൽപ്പിക്കുന്നു. അവിടെ പൊടിപടലങ്ങൾ കൊണ്ടോ ധൂമം കൊണ്ടോ അവിടെ കളങ്കം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് കളങ്കം ഉണ്ടായതുകൊണ്ട് ആകാശം മുഴുവൻ കളങ്കപ്പെടുന്നില്ല. വേറൊരു പാത്രത്തിലുള്ള ആകാശത്തിൽ അത് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് ആത്മാവ് ഏകമായതുകൊണ്ട് ഒരു ശരീരത്തിലുള്ള അനുഭവങ്ങളെല്ലാം മറ്റു ശരീരത്തിലും ഉണ്ടാകണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ്. കാരണം ആകാശത്തിൽ ഏകമായിരുന്നിട്ടും അതിലത് സംഭവിക്കുന്നില്ല. ഒരു പാത്രത്തിനുള്ളിൽ വരുന്ന പുക വേറൊരു പാത്രത്തിനുള്ളിൽ അതുപോലെ കാണണമെന്നില്ല. ഏതെങ്കിലും മാലിന്യം മറ്റൊരു പാത്രത്തിൽ കാണണമെന്നില്ല. അതെന്താണ്? ദേശഭേദമനുസരിച്ച് ഈ ഗുണവ്യത്യാസങ്ങൾ കാണുന്നു. ഇത് തന്നെയാണ് ബന്ധമോക്ഷത്തിനും സുഖദുഃഖാദി അനുഭവങ്ങൾക്കും എല്ലാം അടിസ്ഥാനം ഇത് തന്നെയാണ്. എങ്ങനെയാണ് ഒരു പാത്രം മലിനമായിരിക്കുകയും വേറൊരു പാത്രം മലിനമല്ലാതിരിക്കുകയും ചെയ്യുന്നത്? ഒരു പാത്രത്തിലെ ആകാശം ഒരു നിറത്തിലും വേറൊരു പാത്രത്തിലെ ആകാശം വേറൊരു നിറത്തിലും ഇരിക്കുന്നു. അതുപോലെ ഒരു പാത്രത്തിൽ ജലമിരിക്കുമ്പോൾ വേറൊരു പാത്രം ഒഴിഞ്ഞിരിക്കുന്നു. ആകാശം അവിടെയെല്ലാം ഒന്ന് തന്നെ. ആകാശത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ആ മാലിന്യങ്ങൾ മാറിയാലും ആ മാലിന്യങ്ങളോടുകൂടി ഇരുന്നാലും ആകാശത്തിനൊരു മാറ്റവും സംഭവിക്കുന്നു. അതുപോലെ ഓരോ ശരീരത്തിലും പല ഭാവങ്ങൾ വരാം. ആത്മാവ് ഏകമായിരിക്കുന്നതുകൊണ്ട് ഓരോ ശരീരത്തിനും ഭിന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ദോഷമൊന്നുമില്ല എന്ന് വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഭാഷ്യകാരൻ ഇവിടെ സമർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഒരാൾ സുഖിക്കുമ്പോൾ വേറൊരാൾ ദുഃഖിക്കാം. അത് അദ്വൈതത്തിൽ അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. യഥാ ഏകസ്മിൻ ഘടാകാശേ രജോ ധൂമാദിപര്യുതേ സംയുക്തേ ന സർവേ ഘടാകാശാദയ. ഒരാകാശത്തിൽ, ഒരു പാത്രത്തിനുള്ളിൽ ആകാശത്തിൽ മാലിന്യം വന്നു എന്ന് കരുതി എല്ലാ പാത്രങ്ങളുടെയും ആകാശത്തിൽ അത് സംഭവിക്കുന്നില്ല. ധൂമാദിഭി സംയുജ്യന്തേ തദ്വത് ജീവ സുഖാദി. അതുപോലെ തന്നെ ജീവനും സുഖാദികളെ കൊണ്ട്. അതുകൊണ്ട് ആത്മാവേകമാണ് എന്നാണ് പറയുന്നത്. ഈ ദൃഷ്ടാന്തവും ഈ യുക്തികളുമെല്ലാം ആചാര്യസ്വാമിക്ക് മുമ്പിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെ അവരൊന്നും അംഗീകരിച്ചില്ല. കാരണം പ്രപഞ്ച സത്യമാണ്, ജീവന്മാർ സത്യമാണ് എന്ന് കരുതുന്നവർക്ക് ഈ ദൃഷ്ടാന്തത്തിൽ പറയുന്ന യുക്തി അങ്ങനെ സ്വീകരിക്കാൻ പറ്റത്തില്ല.
അതുകൊണ്ട് തനിക്ക് മുന്നിലുള്ളവർ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്, അവരുടെ നിലപാട് എന്താണെന്നാണ് ഇനി ചർച്ച ചെയ്യുന്നത്. അവർ അല്ലെങ്കിൽ വേറെ രീതിയിലും പറയും, എന്തുകൊണ്ട് ആത്മാവിന്റെ ഏകത്വവും ഇത്രയും അനായാസമായി, ഈ ദൃഷ്ടാന്തത്തിലൂടെ ഒരാൾക്ക് അനായാസമായി ബോധിക്കാം, ഒരു യുക്തിഭംഗമില്ലാതെ ബോധിക്കാമെങ്കിലും പൂർവാചാര്യന്മാർ എന്തുകൊണ്ട് ഈ ആത്മഭേദത്തെ അംഗീകരിച്ചു, ആത്മാവ് പലതാണെന്ന് പറഞ്ഞു. അദ്വൈത മതമനുസരിച്ച് മോക്ഷം, സംസാരത്തിൽ നിന്നുള്ള മോചനം ഈ ആത്മേകത്വ ബോധം കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ. അതാണ് മറ്റൊരു സവിശേഷം. ജ്ഞാനമെന്ന് പറയുന്നത് തന്നെ ഈ ആത്മേകത്വ ബോധമാണ്. പലരും ചിന്തിക്കും, കണ്ണടച്ചിരുന്ന് ജപിച്ചാൽ പോരെ, എന്തിനാ ഈ ആത്മേകത്വ ബോധവും? ആത്മാവ് നാനാണോ അതോ ഏകമായിക്കൊള്ളട്ടെ, അതും നമ്മളുമായിട്ട് എന്താ ബന്ധം? അത് പലതോ ഒന്നും ആയിക്കൊള്ളട്ടെ, നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമല്ലോ എന്ന് കരുതുന്നു. അദ്വൈത മതമനുസരിച്ച് അത് സാധ്യമല്ല. ജപിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന മോക്ഷം പരമാർത്ഥമായിരിക്കത്തില്ല. മോക്ഷം കിട്ടുമത്, പക്ഷെ അത് പരമാർത്ഥമായിരിക്കത്തില്ല. എങ്ങനെ മോക്ഷം ഉണ്ടാകത്തുള്ളൂ? സംസാര മോചനം ഈ ആത്മ ഏകത്വ ബോധം കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ. ആത്മാ പലതാണെന്നുള്ള ബോധത്തിൽ നിന്ന് ചെയ്യുന്ന സാധനകൾ, അതിൽ നിന്ന് പ്രാപിക്കുന്ന പദവികളൊന്നും നിത്യമല്ല, അതും നശിച്ചു. അതുകൊണ്ടാണ് യോഗത്തെയും മറ്റും ആചാര്യസ്വാമികളും നിഷേധിക്കുന്നത്. യോഗത്തിൽ സാധനകളെക്കുറിച്ചും സമാധികളെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. നിർവികൽപ്പ നിർബീജ സമാധിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും മോക്ഷം കിട്ടുമെന്ന് ആചാര്യസ്വാമിയൊക്കെ അഭിപ്രായം. സമാധികളെ നിഷേധിക്കുന്നില്ല, അതൊക്കെ ഉണ്ടാകാം. പക്ഷെ സംസാരം ഉപരമിക്കത്തില്ല എന്നാണ്. സംസാരം ഉപരമിക്കണം, ഒരിക്കലും വരാത്ത രീതിയിൽ ഈ സംസാരം ഉപരമിക്കണം എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങൾ അവസാനിക്കണം. അത് ആത്മേകത്വ ബോധം കൊണ്ടേ സാധ്യമാകും. പ്രപഞ്ചം അസത്യമാണെന്ന് ബോധിച്ചാലേ അത് സാധ്യമാകും. ആ ബോധമില്ലാതെ ചെയ്യുന്ന സാധനകൾക്ക് അതാത് ഫലങ്ങളുണ്ടാകും, മോക്ഷം ഒഴികെയുള്ള ഫലങ്ങളുണ്ടാകും. ഇതാണ് അദ്വൈതത്തിൽ ആചാര്യസ്വാമിയുടെ നിലപാട്. അതുകൊണ്ട് ആത്മാവ് ഏകമാണ് എന്നുള്ള സിദ്ധാന്തത്തിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അത് ചോദിക്കുന്നതിന് ഏക ആത്മ, ആത്മാവ് ഏകമാണല്ലോ എന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്മാവ് ഏകമാണെന്ന് പറഞ്ഞാൽ അതിൽ പല ചോദ്യങ്ങളും വരും, അതിനെല്ലാം നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ശ്രോതാവിൽ ഏകത്വ ബോധത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചർച്ച. ഗുരുസ്വാമികൾ പറയും, ഞങ്ങളുടെ ചർച്ചയിൽ ഞങ്ങൾ പലതിനെയും നിഷേധിക്കും. വാദത്തിന്റെ ഒരു സ്വഭാവമാണ് വേണ്ടാത്തതിനെയൊക്കെ നിഷേധിക്കുക. അതിന്റെ ആവശ്യം എന്താണ്? നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ പോരെ, സത്യം അങ്ങ് വെളിപ്പെടുത്തിയാൽ പോരെ. പറയുന്നു അത് സാധ്യമല്ല, നിഷേധിക്കാതെ സത്യം വെളിപ്പെടുത്തത്തില്ല. സത്യത്തെ മാത്രം വെളിപ്പെടുത്താൻ ശ്രമിച്ചാൽ സത്യം വെളിപ്പെടില്ല. കാരണം ഈ കേൾക്കുന്നവന്റെ മനസ്സിൽ ദ്വൈതബോധം ഉറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്വൈതത്തെ വെളിപ്പെടുത്താമെന്ന് ശ്രമിച്ചാൽ അവിടെ വെളിപ്പെടില്ല. കാരണം അവന്റെ ഉള്ളിലിരിക്കുന്ന ദ്വൈതബോധത്തെ നിഷേധിച്ചാലേ പറ്റും. ദ്വൈതബോധം എങ്ങനെ? അത് സത്യമാണെന്നുള്ള ബോധമാണ്, ദ്വൈതം സത്യമാണ്. അപ്പൊ ആ സത്യബോധത്തെ നിഷേധിച്ചാലേ അദ്വൈതത്തിനെ അവിടെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ഈ ചർച്ച ചെയ്യുന്നത്, വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്നത് ആരെങ്കിലും വെറുതെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു ജിജ്ഞാസുവിന്റെ മനസ്സിൽ
ഈ ദ്വൈതബോധം ദൃഢമായിരിക്കുന്നതുകൊണ്ട് ആ ദ്വൈതബോധത്തെ അകറ്റാൻ വേണ്ടിയിട്ടാണ്. ദ്വൈതബോധം ഏതെല്ലാം തരത്തിൽ കടന്നു വരാമോ അതിനെയെല്ലാം അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ചകളെന്ന് പറയും. അല്ല പ്രത്യേകിച്ച് അദ്വൈതത്തോടുള്ള രാഗം കൊണ്ടോ ദ്വൈതത്തോടുള്ള ദ്വേഷം കൊണ്ടോ രാഗദ്വേഷങ്ങൾ കൊണ്ട് നടത്തുന്നതല്ല ഈ വാദം, ഈ ചർച്ച എന്ന് പറയും. ഈ ഒരു വഴിയേ ഉള്ളൂ. പ്രത്യേകിച്ചും ഒരുവൻ ജിജ്ഞാസുവാണ്, അവൻ ഊഹാപോഹ വിചക്ഷണനാണ് എങ്കിൽ അവന്റെ തെറ്റായ ധാരണകളെല്ലാം മാറ്റിയാലേ ശരിയായ ധാരണകളെ അവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ചർച്ച. അല്ലെങ്കിൽ ഇതെന്തിനാണ്, ഇതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ചിന്തിച്ചു പോകും. നന്വേകേവ ആത്മാ, ആത്മാവ് ഒന്ന് മാത്രമാണല്ലോ എന്ന് ചോദിക്കുകയാണ്. പാഠം ഉറപ്പായിട്ടും അതിന് സമാനം പറയുകയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട, ആത്മാവ് ഒന്ന് തന്നെയാണ്. നനുശ്രുതം ത്വയാ ആകാശവത് സർവസംഘാദിഷു ഏകൈവ ആത്മേതി പറയുകയാണ്. ഇതുവരെ ഞാൻ പറഞ്ഞു തന്നു അതാണ്. ഭാഷ്യകാരൻ പറയുന്നു, പറഞ്ഞത് നീ കേട്ടില്ലേ എന്നാണ്. ത്വയാ അനുശ്രുതം, ഇതുവരെ പറഞ്ഞത് കേട്ടില്ലേ. എന്താണ്? ആകാശവും സർവസംഘാദിഷു ഏകൈവ ആത്മാ, ആകാശത്തെ പോലെ ഈ സർവശരീരങ്ങളിലും ഇരിക്കുന്നത് ആത്മാവ് ഒന്ന് തന്നെ, രണ്ടല്ല. ഏകൈവ ആത്മാ തർഹി സർവത്ര സുഖി ദുഃഖി ജസ്യ. ഉടൻ അവിടെ ചോദ്യം വരുന്നു, എന്തുകൊണ്ട് ഞങ്ങൾ ആത്മഭേദത്തെ അംഗീകരിക്കുന്നു? ദ്വൈതികൾ പറയുകയാണ്, നിങ്ങൾ പറയുന്നത് പോലെ ഓരോ ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സർവത്ര ഓരോ ശരീരത്തിലും സുഖവും ദുഃഖവുമെല്ലാം സങ്കരമായി അനുഭവപ്പെടുന്നു. കാരണം ഒരാൾ സുഖിക്കുന്നു, വേറൊരാൾ ദുഃഖിക്കുന്നു. ഈ അനുഭവങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഇരിക്കും. അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഞാൻ സുഖിയായിരിക്കുമ്പോൾ അന്യൻ ദുഃഖിയായിരിക്കുന്നു. ഇതിന്ന് മനസ്സിലാക്കാം എന്റെ ആത്മാവ് വേറെ, അന്യന്റെ ആത്മാവ് വേറെ. ഇതാണ് പ്രത്യക്ഷത്തിൽ കൂടുതൽ യുക്തമായി തോന്നുന്നത്. ഇതല്ലേ സ്വീകരിക്കേണ്ടതെന്നാണ്. എന്നുവെച്ചാൽ ഇതം സാഖ്യചോദ്യം സംഭവതി. ഇത് സാഖ്യന്മാരാണ്. ആത്മാവിനെ കുറിച്ച് ന്യായവൈശേഷികന്മാരെല്ലാം അപേക്ഷിച്ച് കുറച്ചുകൂടി തെളിഞ്ഞ ബുദ്ധിയുള്ളവരാണ് സാഖ്യന്മാർ. ആത്മാവിനെ അവർ ശുദ്ധമായി സ്വീകരിക്കുന്നു, ജ്ഞാനസ്വരൂപമായി സ്വീകരിക്കുന്നു, അസംഗമായി സ്വീകരിക്കുന്നു, ജനന മരണങ്ങളില്ലാത്തതായി സ്വീകരിക്കുന്നു, സർവവ്യാപിയായി സ്വീകരിക്കുന്നു. അങ്ങനെ ആത്മാവിനെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ളവരാണ് കപിലന്റെ അനുയായികളായ സാഖ്യന്മാർ. പക്ഷെ അവർ യുക്തമായി അവർക്ക് ഒരു കാര്യം അംഗീകരിക്കേണ്ടി വന്നു. എന്താണ്? ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആത്മാവ് അനേകമാണ്. എന്തുകൊണ്ട്? ഒന്നായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരാൾ സുഖിയായിരിക്കുമ്പോൾ വേറൊരാൾ ദുഃഖിയായിരിക്കത്തില്ല. നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആത്മാവ് ഏകമാണ്, ഒന്നാണെങ്കിൽ ഒരാൾ മുക്തനായപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും മുക്തരായില്ല? ഒന്നല്ലേ ഉള്ളൂ. ഇതം സാഖ്യ ചോദ്യം, ഇത് സാഖ്യന്മാരുടെ ചോദ്യമാണ്. ഭാഷ്യകാരൻ പറയുന്നു സംഭവതി, ഇത് ശരിയല്ല. നഹി സാഖ്യാത്മനഃ സുഖ ദുഃഖാദിമത്വം ഇച്ഛതി ബുദ്ധിസമവായ അഭ്യുമാ സുഖദുഃഖാദീന. ഇവിടെ ഒരു സാഖ്യ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുകയാണ്. ന്യായവൈശേഷികന്മാരും സാഖ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ന്യായവൈശേഷികന്മാർ പറയുന്നത് എന്താണ്? ജ്ഞാനം, സുഖം, ദുഃഖം, ഇച്ഛ, ദ്വേഷം, പ്രയത്നം, ധർമ്മം, അധർമ്മം, സംസാരം, ഇതെല്ലാം ആത്മാവിനോട് ചേർന്നിരിക്കുന്നു എന്നാണ്. ആത്മാവിൽ സമവായത്തിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അത് നശിക്കുന്നത് വരെ വേർപിരിയാതിരിക്കുന്ന ഒരു ബന്ധത്തിലിരിക്കുന്നു എന്നാണ്. അതെല്ലാം ആത്മാവിന്റെ ഗുണങ്ങളാണെന്നാണ് പറയുന്നത്. സാഖ്യൻ പക്ഷേ അതിനോട് യോജിക്കുന്നില്ല. അവരെന്താണ് പറയുന്നത്? അതൊന്നും ആത്മാവിന്റെ ഗുണങ്ങളല്ല. ആത്മാവ് അസംഗമാണ് സാഖ്യൻ പറയുന്നത്. ജ്ഞാനം അതിന്റെ ഗുണമല്ല, മറിച്ചത് ജ്ഞാനസ്വരൂപനാണ്. അതാണ് അവർ പറയുന്നത്. അതിനെ ഇവിടെ എടുത്തു പറയുന്നു. നൈ സാഖ്യൻ ആത്മനഃ സുഖദുഃഖാദിമത്വം ഇച്ഛതി. ആത്മാവിൽ സുഖദുഃഖാദികളുണ്ടെന്ന് അവർ സ്വീകരിക്കുന്നുണ്ടല്ലോ.
ബുദ്ധി സമവായ അഭ്യൂമാ. ഇതെല്ലാം പിന്നെ എവിടെയാണ്? ബുദ്ധിയിലാണ്. ബുദ്ധി എന്ന് പറയുന്ന ഒരു തത്വത്തെ അവർ സ്വീകരിക്കുന്നുണ്ട്. ഇതെല്ലാം ബുദ്ധിയിലാണ്, അല്ലെങ്കിൽ പ്രകൃതിയിലാണെന്ന് പറയാം. പുരുഷ ഭിന്നമായിട്ടുള്ള സർവത്തിനും ചേർത്ത് അവർ പറയുന്നതാണ് പ്രകൃതി. ഇതെല്ലാം പ്രകൃതിയിലാണ്. ആ പുരുഷന്റെ പ്രകൃതിയിലാണ് സുഖദുഃഖാദികളെല്ലാം. ബുദ്ധിസമമായ അഭ്യൂമാ സുഖദുഃഖാദികളാണ്. എന്നുവെച്ച ഉപലബ്ധി സ്വരൂപസ്യ ആത്മനോ ഭേദകൽപ്പനായാം പ്രമാണം അസ്തി. അതുകൊണ്ട് അവരെന്താണ് പറയുന്നത്? നേരത്തെ പറഞ്ഞത് ആത്മാവ് പലതായതുകൊണ്ടാണ് സുഖവും ദുഃഖവും അനുഭവം വെവ്വേറെ എന്നാണ്. അപ്പൊ അതിന് സമാനം പറയുന്നു, സുഖദുഃഖമൊന്നും ആത്മാവിലില്ലെന്നാണല്ലോ നിങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖദുഃഖാനുഭവങ്ങളുടെ വ്യത്യസ്തതയ്ക്ക് വേണ്ടി ആത്മാവിനെ പലതായി സ്വീകരിക്കേണ്ട കാര്യമില്ല. ഏകമായ ജ്ഞാനമാണ് സ്വീകരിച്ചുകൊള്ളുക. പ്രകൃതിയിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് ഒരാൾക്ക് സുഖം വരുമ്പോൾ വേറൊരാൾക്ക് ദുഃഖം വരുന്നു സ്വീകരിക്കാമല്ലോ. സാഖ്യമതം അനുസരിച്ചും അങ്ങനെ കരുതുന്നതാണ് കൂടുതൽ യോഗ്യം. അതുകൊണ്ട് സാഖ്യന്മാർക്കും അദ്വൈതത്തെ സ്വീകരിക്കാമെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. പ്രകൃതിയിലാണ് ഈ സുഖദുഃഖങ്ങളെങ്കിൽ ഇതിന് സമാധാനമായി. എന്താണോ, ഒരുവൻ സുഖിയായിരിക്കുമ്പോൾ മറ്റൊരുവൻ ദുഃഖിയായിരിക്കുന്നു. രണ്ടിടത്തും ഒരേ ആത്മാവ് തന്നെ. എന്നാലും അങ്ങനെ സംഭവിക്കാൻ എന്തുകൊണ്ട്? രണ്ടുപേരുടെയും പ്രകൃതി രണ്ടാണ് എന്ന് സ്വീകരിച്ചാൽ മതി. ആത്മാവിനെ ജ്ഞാനസ്വരൂപമായി സ്വീകരിക്കുമ്പോൾ അത് എളുപ്പമാണ്. ആത്മാവിന്റെ ഏകത്വത്തെ സ്വീകരിക്കുന്നതാണ് കൂടുതൽ യുക്തം. അതുകൊണ്ട് സാഖ്യ മതമനുസരിച്ചും അദ്വൈതമാണ് യോജിക്കുന്നത്. കാരണം സുഖദുഃഖങ്ങൾ അവർ പ്രകൃതിയുടെ ഗുണങ്ങളായിട്ടാണ് കാണുന്നത് എന്നാണ്. അതുകൊണ്ട് സാഖ്യമതമനുസരിച്ച് തന്നെ അദ്വൈതമാണ് യോജിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ സാഖ്യ സിദ്ധാന്തത്തെ തന്നെ ആചാര്യസ്വാമികൾ കുറച്ചുകൂടി വികസിപ്പിച്ചതാണ് അദ്വൈത ശാസ്ത്രമാക്കി മാറ്റിയത്. അദ്വൈതത്തിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് സാഖ്യ സിദ്ധാന്തം. അവിടെയും ആത്മാവിനെ ജ്ഞാനസ്വരൂപമായി സ്വീകരിക്കുന്നു, പക്ഷെ പലതായി. അതിനെ ഒന്നാക്കിയപ്പോൾ അത് അദ്വൈതമായി. ഇത്രയുള്ള വ്യത്യാസം. അത് ഒന്നായി സ്വീകരിക്കുന്നതിന് ഇത് തടസ്സമില്ല. സുഖദുഃഖങ്ങളുടെ വ്യത്യസ്ത അനുഭവം തടസ്സമില്ല. കാരണം അതെല്ലാം പ്രകൃതിയിലാണ്. ഓരോ പ്രകൃതിയും വ്യത്യസ്തമായിരിക്കുന്നതുകൊണ്ട് സുഖദുഃഖങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായി അനുഭവപ്പെടുന്നു. അതിനുവേണ്ടി ആത്മാവിനെ പലതാക്കണമെന്നില്ല. ആത്മാവ് ഒന്നായിരുന്നാലും ദോഷമില്ല. അത് സാഖ്യന്മാർക്ക് സ്വീകരിക്കാമെന്നാണ് പറയുന്നത്. ഉപലബ്ധി സ്വരൂപസ്യ ആത്മനോ ഭേദകൽപ്പനായ പ്രമാണം ന അസ്തി. ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ഈ ആത്മാവ് പലതാണെന്ന് കരുതുന്നതിന് യുക്തിയൊന്നുമില്ല. ഈ രീതിയിൽ ചിന്തിച്ചു കൊണ്ടുവരുന്നത്, ഈ രീതിയിൽ ചിന്തിച്ച് അവന്റെ ഉള്ളിലുള്ള ആത്മപ്രകാശത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. സാഖ്യന്റെയും നൈയായികന്റെയും വൈശേഷികന്റെയും എല്ലാം മാർഗത്തിലൂടെ ചിന്തിക്കുന്നു. സാധാരണഗതിയിൽ അദ്വൈതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ്, അദ്വൈത ശാസ്ത്രത്തെക്കുറിച്ച് മനനം ചെയ്യുന്നതിന് മുമ്പ് സാഖ്യ വൈശേഷിക സിദ്ധാന്തങ്ങളെല്ലാം ശരിക്കും മനനം ചെയ്യണമെന്ന് പറയും. അത് പറയുന്നതിനൊരു കാരണം ഇത് തന്നെയാണ്. കാരണം മനുഷ്യന്റെ പ്രാകൃതമായ മനസ്സിൽ ഇത്രയും സൂക്ഷ്മമായ ആത്മതത്വത്തെ നേരിട്ടങ്ങോട്ട് പ്രകാശിപ്പിക്കാൻ അദ്വൈത ശാസ്ത്രത്തിനോ അദ്വൈത ആചാര്യന്മാർക്കോ കഴിയില്ല. അവരുടെ മനസ്സിനൊരു സംസ്കരണം സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റ് ദ്വൈതശാസ്ത്രങ്ങളും ദ്വൈതാചാര്യന്മാരും അവരെന്ത് പറയുന്നു ഈ ആത്മതത്വത്തെക്കുറിച്ച്? ആചാര്യസ്വാമികളെല്ലാം ചിന്തിക്കുന്നതിന് മുമ്പ്, ആചാര്യസ്വാമികളെല്ലാം ചിന്തിക്കുന്നതിൽ കൂടുതലായി അവരെല്ലാം ആത്മതത്വത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് പലതരത്തിൽ. അപ്പോൾ മനുഷ്യന്റെ ഈ പ്രാകൃതമായ മനസ്സിൽ ആത്മതത്വത്തെക്കുറിച്ച് അവർ പറഞ്ഞത് പൂർണ്ണമല്ലെങ്കിലും അപൂർണമായിട്ടാണെങ്കിലും കുറച്ചൊരു പ്രകാശം ഉണ്ടാവും. അതാണ് അതിന്റെ ഉപയോഗം. അതിനെ പൂർണ്ണമാക്കുന്നതാണ് അദ്വൈതം. അതുകൊണ്ട് ദർശന സമന്വയത്തിൽ പറയും, ഒരു ദർശനത്തെ വേറെ ദർശനത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും നിഷേധിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ
അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ നിഷേധവും ചോദ്യം ചെയ്യലുമല്ല, അല്ലാതെ പൂർണ്ണമായ തിരസ്കാരത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഈ വാദപ്രതിവാദങ്ങളെന്ന് പറയുന്നത് ബുദ്ധിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണെന്നാണ്, അല്ലാതെ ജയപരാജയ നിർണയത്തിന് വേണ്ടിയിട്ടല്ല എന്നും അദ്വൈത ശാസ്ത്രങ്ങളിൽ തന്നെ പറയും. അതൊരിക്കലും നിഷ്പ്രയോജനമല്ല, പ്രയോജനപ്രദമാണ്. ആത്മബോധം സാധാരണ മനുഷ്യന് ശരീരത്തിൽ ഉറച്ചിരിക്കുകയാണ്. വേദാന്ത പ്രസംഗം കേട്ടു എന്ന് വിചാരിച്ചത് ശരീരത്തിൽ ഉറച്ചിരിക്കുന്ന ഈ ആത്മബോധം മാറത്തൊന്നുമില്ല. കേൾക്കുന്ന സമയം ശരിയായി ബോധ്യപ്പെടുത്തുമില്ല, പിന്നീട് സ്മരിക്കുന്നത് കൊണ്ട് ശരീരത്തിലുള്ള ആത്മബോധം മാറത്തുമില്ല. ഈ ദർശനങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ നിന്ന് ഭിന്നമായ ആത്മാവിനെ ഉറപ്പിക്കുകയാണ്. ശരീരമല്ല ആത്മാവ്. ഇതാണ് ഇതെല്ലാം ചെയ്യുന്നത്. അദ്വൈതത്തിനും പരമമായി സാധിക്കേണ്ട അതാണ്. എന്താണ്? ശരീരമല്ല ആത്മാവ്, ഈ ബോധത്തെ കൊണ്ടുവരാനാണ്. അപ്പോൾ സ്വാഭാവികമായും തീർച്ചയായും ഈ പൂർവാചാര്യന്മാരുടെ ഈ ദർശനങ്ങൾ, ആത്മാവിനെ കുറിച്ചുള്ള അവരുടെ സിദ്ധാന്തങ്ങൾ ഈ ശരീരത്തിലുള്ള ആത്മബോധത്തെ മാറ്റുന്നതിന് വളരെ സഹായിക്കും. അതിൽ നിന്ന് അവന് ഒരു കാര്യം ബോധ്യപ്പെടുന്നു. അത് പൂർവമീമാംസയായാലും ശരി, മറ്റ് ദർശനങ്ങളായാലും ശരി, ഈ ആത്മാവ് ശരീരത്തിൽ നിന്നും ഭിന്നമാണ്. ഏറ്റവും പ്രധാനമായിരിക്കുന്നു എന്താണ്? താനാണ്, ശരീരമാണ് എന്നുള്ള ഈ ബോധം മാറ്റുക എന്നുള്ളതാണ്. അത് കൂടുതലും നടക്കുന്നത് അവിടെയാണ്. ഈ ദ്വൈത ദർശനങ്ങളിലാണ് ഈ ശരീരത്തിലുള്ള ആത്മബോധത്തെ മാറ്റുന്നത്. ദ്വൈത ദർശനങ്ങളിലുള്ള ഈ ചർച്ച അത് ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ആത്മതത്വത്തിൽ മനസ്സിനെ ഉറപ്പിക്കുന്നതിന് വളരെ സഹായിക്കും. അതാണ് വേദാന്ത വിചാരത്തിന് ഉപയോഗമാണ് ബാക്കി ദർശനങ്ങളെ കുറിച്ചുള്ള ചർച്ച എന്ന് പറയുന്നത്. നമ്മുടെ സാധനയെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമൊക്കെയുള്ള സങ്കല്പങ്ങൾ വേറെയായിരിക്കും. ഇവിടെ അതല്ല, അദ്വൈതത്തിന്റെ നിലപാടാണ് പറയുന്നത്. അദ്വൈതത്തിൽ അതാണ്. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും അതിനെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിലും ഈ ശരീരത്തിനപ്പുറം ഒരു ആത്മാവ് ഉണ്ട് എന്നവന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്നു. നമ്മൾ കേൾക്കുന്നുണ്ട് ശരീരത്തിനപ്പുറം ആത്മാവുണ്ടെന്ന്, പക്ഷെ നമ്മുടെ ബുദ്ധി ഒരിക്കലും അതിൽ ഉറക്കത്തില്ല. നമ്മുടെ ബുദ്ധി ശരീരത്തിലേ ഉറക്കത്തുള്ളൂ. അതിനുവേണ്ടി ആ ശരീരഭിന്നമായ ആത്മാവിനൂടെ ഉറപ്പിക്കുകയാണ്. ഉപലബ്ധി സ്വരൂപസ്യ ആത്മനഃ, അത് ശരീരമല്ല. അതിൽ ഭേദകൽപ്പനായ പ്രമാണമസ്യ, അത് പലതാണെന്ന് കരുതുന്നതിന് പ്രമാണമൊന്നുമില്ല. ഭേദാഭാവേ പ്രധാനസ്യ പാരാർത്ഥ്യാനുപത്തി. സാഖ്യന്മാരുടെ ഒരു മുഖ്യമായ സിദ്ധാന്തമാണ് സംഘാത പരാർത്ഥത്വ. ഈ സംഘാതങ്ങളെല്ലാം പരാർത്ഥമാണ്, പ്രകൃതി പരാർത്ഥയാണ് എന്ന് പറയുന്നു. ഈ പ്രകൃതി അനാദിയായി അനന്തമായി തുടരുന്ന ഈ പ്രകൃതിക്ക് തന്റേതായ പ്രയോജനമൊന്നുമില്ല. പ്രകൃതി തനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നു. പ്രകൃതിയെല്ലാം പുരുഷന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നാണ്. പുരുഷന്റെ സുഖദുഃഖ അനുഭവം, അതാണ് ഭോഗം. പുരുഷന്റെ മോക്ഷം, അതിൽ നിന്നുള്ള മോചനം, ഇതിനു വേണ്ടിയിട്ടാണ് പ്രകൃതിയുടെ എല്ലാ പ്രവൃത്തികളും. ഇപ്പോൾ ഒരു പ്രകൃതി, വാസ്തവത്തിൽ പ്രകൃതി ഒന്നാണെങ്കിലും ഓരോ പുരുഷനും വേണ്ടി ഈ പ്രകൃതി പലതായി നിൽക്കുകയാണ്. അനന്ത പുരുഷന്മാരെന്നാണ് പറയുന്നത്, എന്നുവെച്ചാൽ അനന്ത ആത്മാക്കൾ. അതുകൊണ്ട് ഈ പ്രകൃതി അനന്തഭാവത്തിൽ നിന്നുകൊണ്ട് ഓരോ പുരുഷന്റെയും ഭോഗ അപവർഗത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ ഓരോ പുരുഷനും സുഖദുഃഖങ്ങൾ നൽകുകയും ഓരോ പുരുഷന്മാരെയും അതിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പ്രകൃതിക്ക് ഒരു പുരുഷന് സുഖം നൽകണമെങ്കിൽ വേറൊരു പുരുഷന് ദുഃഖം നൽകണം, വേറൊരു പുരുഷന് മോക്ഷം നൽകണം. ഇങ്ങനെ മാറി മാറി പ്രവർത്തിക്കണമെങ്കിൽ ഒരു പുരുഷനായാൽ എങ്ങനെ പറ്റും? പല പുരുഷന്മാർ വേണം.
അതുകൊണ്ടാണ് പല പുരുഷന്മാരെ സാഖ്യന്മാർ സ്വീകരിക്കുന്നതെന്നാണ് അതിനെയും നിഷേധിക്കുന്നത്. ആ കാഴ്ചപ്പാട് ശരിയല്ലെന്നാണ്. ഭേദാഭാവേ പുരുഷനെ പലതായി സ്വീകരിച്ചില്ലെങ്കിൽ പ്രധാനസ്യ പാരാർത്ഥ്യാനുപത്തി. പ്രധാനം എന്ന് പറഞ്ഞാൽ പ്രകൃതി. സാങ്കേശാസ്ത്രത്തിൽ പ്രധാനമെന്നും പ്രകൃതി എന്നും പറഞ്ഞ ഒന്നാണ്. അതിന്റെ പാരാർത്ഥ്യത അത് മറ്റൊന്നിനു വേണ്ടിയാണെന്നുള്ള ആ യുക്തിക്ക് നിലനിൽപ്പില്ലാതെ വരും. അനേക പുരുഷന്മാരുള്ളതുകൊണ്ട് പ്രകൃതി അനേക പുരുഷന്മാർക്ക് അനേക വിധത്തിലുള്ള ഭോഗങ്ങൾ നൽകിക്കൊണ്ട് നിലനിൽക്കുകയാണ്. മോക്ഷത്തിനെന്ത് ചെയ്യുന്നു? ആ പ്രകൃതി ആ പുരുഷനിൽ നിന്നും പിൻവാങ്ങും. പ്രതിപ്രസവം എന്ന് സാഖ്യന്മാർ പറയുന്നു. അതെങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ അത് തിരിച്ചു പോകുന്നു. അതിന് ഉദാഹരണം പറയും. എന്താണ്? ഒരു നർത്തകി ഒരു നൃത്തശാലയിൽ നിന്നുകൊണ്ട് അനേകരെ ആനന്ദിപ്പിക്കത്തക്ക തരത്തിൽ നൃത്തം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ നൃത്തം അവസാനിപ്പിച്ച് തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് പോകുന്നു. അതുപോലെ ഈ പ്രകൃതി അനേക പുരുഷന്മാരെ സന്തോഷിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും എല്ലാമുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ പുരുഷനിൽ നിന്നും അത് പിൻവാങ്ങുന്നു. അപ്പോൾ ആ പുരുഷൻ മുക്തനായിത്തീരും. ഇതാണ് സാങ്കേതിക സിദ്ധാന്തത്തിന്റെ ചുരുക്കം. അപ്പോൾ പല പുരുഷന്മാരുണ്ടായാലേ ഇതിന് പലതരത്തിലുള്ള നർത്തനം ചെയ്യാൻ സാധ്യമാകും. അതിനുവേണ്ടി പല പുരുഷന്മാരെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ അതും ശരിയല്ല. പ്രധാന കൃതസ്യ അർത്ഥസ്യ ആത്മനി അസമവായ. അതുകൊണ്ടൊന്നും പുരുഷന്മാർ പലതാകേണ്ട കാര്യമില്ല. പ്രധാനം എന്ത് ചെയ്താലും ശരി, പ്രകൃതി എന്തെല്ലാം ചെയ്താലും അത് പ്രകൃതിയിലേ നിൽക്കത്തുള്ളൂ. അത് പുരുഷന്റെ ഭോഗമായാലും ശരി അപവർഗമായാലും ശരി. എന്തുകൊണ്ട്? സാഖ്യന്മാർ പറയുന്നതും ഈ പുരുഷൻ നിർഗുണനാണ്, അസംഗനാണ്. അപ്പൊ പ്രകൃതിയുടെ പ്രവൃത്തിയുടെ ഒരു ഫലവും പുരുഷനിൽ വരുന്നില്ല. അസംഗനായാൽ എങ്ങനെ മറ്റൊന്ന് വരും? അസംഗനായാൽ എങ്ങനെ ബന്ധം വരും? അസംഗനായാൽ എങ്ങനെ മോക്ഷം വരും? ഇതൊന്നും അവിടെ വരുന്നില്ല. ഇതെല്ലാം പ്രകൃതി തന്നെയാണ്. അതുകൊണ്ട് പുരുഷന്റെ അസംഗതയ്ക്ക്, പുരുഷന്റെ നിർഗുണതയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ പ്രകൃതിയുടെ പ്രവർത്തനങ്ങളെല്ലാം പ്രകൃതിയിൽ തന്നെ അവസാനിക്കുകയാണെങ്കിൽ പുരുഷനെ നാനാത്വം സ്വീകരിക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഏകനായിരിക്കുന്ന പുരുഷൻ അതിനെ സ്വീകരിച്ചാലും ദോഷമൊന്നും വരുന്നില്ല. പുരുഷൻ അനേകനായിരുന്നാലേ പ്രകൃതിക്ക് പുരുഷന് ഭോഗാപവർഗങ്ങളെ കൊടുക്കാവൂ എന്ന് പറയുന്നതിന് യുക്തിയില്ല എന്നാണ്. യതി പ്രധാനകൃതോ ബന്ധോ മോക്ഷോ വാർത്ഥ പുരുഷേഷു ഭേദേന സമവേദി. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ പ്രകൃതി പുരുഷന് ഓരോ പുരുഷനും പ്രത്യേകമായി ബന്ധവും മോക്ഷവും ഒക്കെ പുരുഷനിൽ വരുത്തുന്നു എന്നായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷെ പുരുഷനെ നിങ്ങൾ അസംഗനായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രകൃതിക്ക് പുരുഷനൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് പുരുഷഭേദമനുസരിച്ച് ഇതെല്ലാം പുരുഷന് ഫലവത്താകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. തതഃ പ്രധാനസ്യ പാരാർത്ഥ്യ ആത്മേകത്വേന ഉപപദ്ധ്യതേ ഇത് യുക്ത പുരുഷഭേദകൽപ്പന. അപ്പോൾ സാഖ്യന്മാർ പറയുന്നതനുസരിച്ച് എന്താണ്? പ്രധാനം പുരുഷന് വേണ്ടിയായതുകൊണ്ട് പുരുഷന്മാർ പലതാകണം. പക്ഷെ അത് ശരിയല്ല. എന്നുവെച്ചാൽ സാങ്കേഹി ബന്ധോ മോക്ഷോ വാർത്ത പുരുഷ സമവേദോ അഭ്യൂമതേ. സാഖ്യന്മാരും എന്താണ്? ബന്ധമോക്ഷങ്ങൾ പുരുഷനിലാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ പുരുഷനും പ്രത്യേകം ബന്ധവും മോക്ഷവും കൊടുക്കാൻ വേണ്ടി പ്രകൃതി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി പല പുരുഷന്മാരുടെ ആവശ്യവുമില്ല സാഖ്യമതമനുസരിച്ച്. നിർവിശേഷ ചേതന മാത്ര ആത്മനാഭ്യുഗമ്യതേ. അവരും എന്താണ് പറയുന്നത്? നിർവിശേഷമായ നിർഗുണമായിരിക്കുന്ന ചൈതന്യ സ്വരൂപമാണ് പുരുഷൻ എന്നാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കാമെങ്കിൽ പുരുഷനൊന്നും മതി, പലതാവശ്യമില്ല എന്നാണ്. അതിൽ നിന്നാണ് അദ്വൈതത്തിലും നിർഗുണനായ പുരുഷൻ, ജ്ഞാനസ്വരൂപനായ പുരുഷൻ എന്നുള്ള സങ്കല്പങ്ങൾ ഈ സാഖ്യ സിദ്ധാന്തത്തെ പിന്തുടർന്നു വന്നതാണ്. അതഃ
പുരുഷസത്താമാത്ര പ്രയുക്തമയ പ്രധാനസ്യ പാരാർത്ഥ്യം സിദ്ധം നത്ത് പുരുഷഭേദ പ്രയുക്തം. അതുകൊണ്ടൊരു കാര്യം സ്വീകരിക്കണം, പുരുഷന്റെ സത്ത, പുരുഷന്റെ നിലനിൽപ്പ്, അതിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഈ പ്രധാനത്തിന്റെ എല്ലാ പ്രവൃത്തികളും, അല്ല പുരുഷഭേദത്തെ ആശ്രയിച്ചിട്ടല്ല. അതുകൊണ്ട് സാഖ്യമതം അനുസരിച്ച് തന്നെ സാഖ്യന്മാർ പുരുഷനെ നിർഗുണനായും ജ്ഞാനസ്വരൂപനായും സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പുരുഷന്മാർ അനേകമാകാൻ വഴിയില്ല എന്ന് പറഞ്ഞ് ആ പുരുഷഭേദത്തെ ഇവിടെ നിഷേധിച്ചിരിക്കുകയാണ് സാഖ്യമതം അനുസരിച്ച് തന്നെ. അപ്പോൾ പുരുഷൻ ശരീരത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഭിന്നനാണ്, അത് നിർഗുണനാണ്, ചൈതന്യസ്വരൂപനാണ് എന്നെല്ലാം സാഖ്യമതമനുസരിച്ച് തന്നെ ശ്രദ്ധിക്കുന്നു. അദ്വൈതയ്ക്ക് സമ്മതമല്ലാത്ത ഒരു കാര്യമേ ഉള്ളൂ, പുരുഷൻ പലതാണെന്ന് അവർ പറയുന്നു. അതിന് ഇവിടെ അദ്വൈതി പറയുന്നു, അത് എന്തുകൊണ്ട് നിങ്ങൾ പലതാണെന്ന് കരുതുന്നു? എന്നാൽ ഈ പ്രകൃതിക്ക് പല പുരുഷന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. പറയുന്നു ആ പുരുഷൻ ഏകനായിരുന്നാലും പ്രകൃതിക്ക് പ്രവർത്തിക്കാം. കാരണം പ്രകൃതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രകൃതിയിൽ തന്നെ അവസാനിക്കുകയാണ്, അല്ല പുരുഷനിലൊന്നും എത്തുന്നില്ല. പ്രകൃതിയുടെ ബന്ധമോക്ഷങ്ങളെല്ലാം പ്രകൃതിയിൽ തന്നെയാണ്, പുരുഷനല്ല. അതുകൊണ്ട് പുരുഷന്റെ കേവലമായ സത്തയെ, ഉണ്മയെ ആശ്രയിച്ചിട്ട് പ്രകൃതി പ്രവർത്തിക്കുന്നു. അതാണ് സാഖ്യന്മാരും പറയുന്നത്. ആ പുരുഷന്റെ സന്നിധിയിൽ പ്രകൃതി പ്രവർത്തിക്കുന്നു എന്നാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും പുരുഷൻ അസംഗനായി തന്നെ നിൽക്കുന്നു എന്നും അവർ പറയുന്നു. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ പുരുഷനെ പലതായി കൽപ്പിക്കുന്നതുകൊണ്ട് വിശേഷതയൊന്നുമില്ല. പുരുഷന്റെ ആ സത്തയെ സ്വീകരിക്കുക, ഏകനായ പുരുഷനെ സ്വീകരിക്കുക, അതാണ് കൂടുതൽ യുക്തിക്ക് നിരക്കുന്നത് നിങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ച് തന്നെ. ഇത്രയും പറയുന്നതുകൊണ്ട് എന്തായി? ഈ പ്രകൃതിയിൽ നിന്ന് ഭിന്നനാണ് പുരുഷൻ, അവനേകനാണ്, സർവശരീരങ്ങളിലും ഒരുവനാണ് എന്ന് വരുന്നു. ഈ സാഖ്യന്റെ സിദ്ധാന്തമാണ് ഭഗവത്ഗീതയിലും മറ്റും കൂടുതലും നമ്മൾ അറിയുന്നത്. അറിയാമല്ലോ, ശങ്കരാചാര്യർക്ക് മുമ്പാണ് ഭഗവത്ഗീതയുള്ളത്. പക്ഷെ അവിടെ അതിലൊരു പരിഷ്കാരം കൂടെ വരുത്തി. എന്താണ്? ആ പുരുഷൻ ഏകനാണെന്ന് സ്വീകരിച്ചു. ശുദ്ധസാഖ്യത്തിൽ പുരുഷൻ അനേകനാണെന്ന് വന്നപ്പോൾ അതിൽ തന്നെ പരിണാമം കൊണ്ട്, ആ ദർശനത്തിന്റെ പരിണാമം കൊണ്ട് ഗീതയുടെ കാലഘട്ടത്തിലൊക്കെ വന്നപ്പോൾ ഉപനിഷത്തിലെ ഏകത്വ ദർശനം കൂടെ അതിലേക്ക് വന്നു. വന്നിട്ട് ആ പുരുഷൻ ഏകനാണ്. അതുകൊണ്ട് അവിടെ പറഞ്ഞു എന്താണ്? സർവ്വശരീരങ്ങളിലും ആത്മാവ് ഏകമാണ് എന്ന് പറഞ്ഞു. അതാണ് ഗീതയിലും മറ്റും സാഖ്യന്റെ സ്വാധീനമുണ്ടെന്ന് പറയുന്നു. സാഖ്യൻ അനന്തപുരുഷന്മാരെ സ്വീകരിക്കുന്നുള്ളൂ, ഈ പ്രകൃതിക്ക് നിയന്താവായി ഒരു ഈശ്വരനെ സ്വീകരിക്കുന്നില്ല. പക്ഷെ ശേശ്വര സാഖ്യം എന്ന് പറഞ്ഞു വന്നു. സാഖ്യം തന്നെ ഒന്നുകൂടി പരിഷ്കരിച്ചപ്പോൾ അവിടെ ഒരു ഈശ്വരനെ കൂടെ സ്വീകരിച്ചു. കാരണം പുരുഷൻ നിർഗുണനാണെന്ന് പറഞ്ഞു. പ്രകൃതി പുരുഷന്റെ ഭോഗ അപവർഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് രണ്ടും പരസ്പരം തൊടാതെ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളായി. ഒന്ന് കൽപ്പിതമാണ് പ്രകൃതി എന്ന് സ്വീകരിച്ചെങ്കിൽ പ്രശ്നമില്ല. പ്രകൃതിയും സത്യമാണ്, പുരുഷനും സത്യമാണെന്നും പറഞ്ഞു. പ്രകൃതി ജഡമാണെന്നും പുരുഷൻ ചൈതന്യമാണെന്നും പറഞ്ഞു. ഇപ്പൊ ജഡമായിരിക്കുന്ന ഈ പ്രകൃതിക്ക് എങ്ങനെ ഇതെല്ലാം ചെയ്യാൻ പറ്റും? പരിണാമം എങ്ങനെ അത് സംഭവിക്കും? പുരുഷന്റെ ഭോഗത്തിനും അപവർഗത്തിനും വേണ്ടി ജഡപ്രകൃതിക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? അതുകൊണ്ട് കുറച്ചുകൂടി മുമ്പോട്ട് ചെന്നപ്പോൾ പതഞ്ജലിയെ പോലെയുള്ള ഋഷിമാരെന്ത് ചെയ്തു? അവിടെ ഒരു ഈശ്വരനെ കൂടെ സ്വീകരിച്ചു. അവർ പറഞ്ഞു എന്താണ്? പ്രകൃതി സ്വയം ഇതിനൊന്നും ശക്തയല്ല. അപ്പൊ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരു ഈശ്വരൻ കൂടി വേണം. അപ്പൊ ശേശ്വര സാഖ്യമാണ്. ആ ശേശ്വര സാഖ്യത്തിന്റെ തുടർച്ചയാണ്, ആ ശേശ്വര സാഖ്യമാണ് യോഗം എന്ന് പറയുന്നത്. അതിന്റെ തുടർച്ചയാണ് ഭഗവത്ഗീതയിലും മറ്റും വരുന്നത്. ആ ശേശ്വര സാഖ്യത്തിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? യോഗികളും പുരുഷന്മാരെ പലതായിട്ടാണ് സ്വീകരിക്കുന്നത്.
ഏകമായി സ്വീകരിക്കുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ചുകൂടി അത് ഒന്ന് പരിഷ്കരിച്ചപ്പോൾ പുരുഷൻ ഏകം തന്നെയാണ് എന്നും വന്നു. ഭഗവത്ഗീതയിലെത്തിയപ്പോൾ അത്രയായി. പുരുഷൻ ഏകം തന്നെ, അവിടെ ഈശ്വരൻ, പിന്നെ പ്രകൃതി, അങ്ങനെ മൂന്നായി മാറി. ഇവിടെ ശേശ്വര സാങ്കേത്യയും നിരീശ്വര സാങ്കേത്യയും രണ്ടിനെയും നിഷേധിക്കുകയാണ്. രണ്ടിന്റെ കാഴ്ചപ്പാട് ശരിയല്ല. രണ്ടിലും പുരുഷ ബഹുത്വത്തെ അംഗീകരിക്കുന്നു. പ്രകൃതി സത്യമാണെന്ന് സ്വീകരിക്കുന്നു. അത് ശരിയല്ല എന്നാണ്. പ്രധാനസ്യ പാരാർത്ഥ്യം സിദ്ധം നത് പുരുഷഭേദ പ്രയുക്തമതി. ഇത്രയും ഭാഗം കൊണ്ട് ആചാര്യസ്വാമികൾ ഈ പ്രകൃതിയിൽ നിന്നും അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും ഭിന്നനായ ഒരു പുരുഷനുണ്ട്. ആ പുരുഷൻ അസംഗനാണ്. ആ പുരുഷനല്ല സുഖദുഃഖാദികൾ, അതെല്ലാം പ്രകൃതിയിലാണ്. ബന്ധമോക്ഷങ്ങളെല്ലാം പരമാർത്ഥത്തിൽ പ്രകൃതിയിലാണ്. ഇത്രയും കാര്യങ്ങളിവിടെ സമർത്ഥിച്ചിരിക്കുന്നത്. അധ പുരുഷഭേദകൽപ്പനായ ന പ്രധാനസ്യ പാരാർത്ഥ്യം ഹേതു. അതുകൊണ്ട് പുരുഷഭേദകൽപ്പനയ്ക്ക് പ്രധാനം പരാർത്ഥമായതുകൊണ്ടാണെന്ന് പറയുന്ന ആ യുക്തി ശരിയല്ല. പുരുഷൻ അനേകമല്ല എന്നർത്ഥം. എന്നുവെച്ചാൽ അന്യ പുരുഷഭേദകൽപ്പനായാം പ്രമാണമസ്തി സാഖ്യാനാം. ഇതല്ലാതെ പുരുഷന്മാർ അനേകമാണ് എന്ന് കരുതുന്നതിന് സാഖ്യന്മാർക്ക് പ്രമാണമൊന്നും ഇല്ല. പരസത്ത മാത്രമേവ ഏത് നിമിത്തീകൃത്യ സ്വയം ബദ്ധ്യതയെ മുച്യതേജ പ്രധാനം. അവർ പറയുന്നത് എന്താണ്? പരസത്ത മാത്രമേവ ഏത് നിമിത്തീകൃത്യ. ഇവിടെ ശേശ്വര സാങ്കേത്യമാണ് ഇനി പറയുന്നത്. പരസത്ത എന്ന് പറയുന്ന ഈശ്വരൻ. ഈശ്വരസത്തയെ നിമിത്തമാക്കിക്കൊണ്ട് സ്വയം ബദ്ധ്യതയെ മുച്യതേജ പ്രധാനം. ഈ പ്രധാന സ്വയം ബന്ധനത്തിലും മുക്തിയിലും പെടുകയാണ്. പരസ്യ ഉപലബ്ധി മാത്ര സത്താ സ്വരൂപേണ പ്രധാന പ്രവൃത്തോ ഹേതുർന കേനചിൽ വിശേഷേണേതി. ആ പരൻ പുരുഷൻ കേവലം ജ്ഞാനസ്വരൂപനായിരുന്നുകൊണ്ട് സ്വസത്തയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പ്രധാന പ്രവൃത്തിക്ക് ഹേതുവാകുകയാണ്. അതുകൊണ്ട് കേവല മൂഢതായ ഏവ പുരുഷഭേദകൽപ്പന. അതുകൊണ്ട് പുരുഷൻ അനേകമാണെന്ന് കൽപ്പിക്കുന്നത് കേവലം മൂഢതയാണ്. വേദാർത്ഥ പരിത്യാഗ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേദാർത്ഥത്തെ ഉപനിഷത്ത് താത്പര്യത്തെ പരിത്യജിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് പുരുഷന്റെ ഏകത്വമാണ് വാസ്തവത്തിൽ സാങ്കേത്യത്തിന് സമർത്ഥിക്കേണ്ടത് എന്നിവിടെ ഭാഷ്യകാരൻ പറയുകയാണ്. ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ന്യായവൈശേഷിക മതമനുസരിച്ചും ആത്മാവ് ഏകമാണ്, പലതല്ല എന്ന് സമർത്ഥിക്കുകയാണ്. ശിഷ്യ